ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ അൽ ബഖറ നമ്മൾ സ്റ്റഡി ഗ്രൂപ്പിന്റെ അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഹിഫ്ലിനോടൊപ്പം തദബുറിനോടൊപ്പം ഹിഫ്ൽ എന്ന് പറയാം, ഹിഫ്ലിനോടൊപ്പം തദബുർ എന്ന് പറയാം അല്ലെ. ആ തരത്തിൽ ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾക്ക് പലർക്കും ന്യൂലി ജോയിൻ ആയത്, തേർഡ് ജുസിൽ ജോയിൻ ആയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ആദ്യം മുതലേ ഏറ്റവും നന്നായി മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ ഇത് തുടക്കം മുതൽ തന്നെ ഒന്ന് ആദ്യമായി തന്നെ പഠിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം ഇതെന്താണ് തദബ്ബുർ എന്ന് മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് എന്താണെന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒന്ന് ഡിസ്കഷൻ മാത്രം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഒരു പ്രത്യേകം ഞാനൊരു കാര്യം പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. നമുക്ക് ഖുർആന് പലതരത്തിലുള്ള പഠനങ്ങളുണ്ട് അല്ലെ. ഖുർആൻ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് അത് പാരായണം ചെയ്യാനാണ്. സുബ്ഹാനല്ലാ. അപ്പൊ പാരായണം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട് അല്ലെ. വറത്തിലിൽ ഖുർആന തർത്തീല എന്നാണ് ഖുർആന് നമ്മളോട് സൂറത്ത് മുസമ്മിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഒരു സാവകാശ ക്രമത്തിൽ ഖുർആൻ നിർത്തി നിർത്തി ഓതുക എന്ന് പറയുമ്പോൾ അതിന്റെ തഫ്സീർ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനതെല്ലാം എനിക്കിവിടെ വായിക്കാൻ പറ്റില്ല. സൂറത്ത് മുസമ്മിലെ 4-ാമത്തെ ആയത്തിന്റെ തഫ്സീർ വായിച്ചു നോക്കുക. അപ്പൊ എന്താണ് തർത്തീല് എന്ന് വെച്ചാൽ, തർത്തീൽ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്, വെറുതെ വായിക്കലല്ല. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്നും നമ്മൾ വെറുതെ വായിക്കുന്ന പോലെ ആവുമ്പോൾ എന്താണ് നമുക്കത് ശരിക്കും ആർക്കും ഒന്നും മനസ്സിലാവണമൊന്നുമില്ല എന്ന് പറയുമല്ലോ. നമുക്കൊന്നും മനസ്സിലായില്ല, അതായില്ല, അങ്ങനെയല്ല. നമുക്കതിനെ മനസ്സിലാകുന്ന തരത്തിൽ തന്നെ വായിക്കാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് അറബിക്ക് മനസ്സിലാവണില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഇപ്പൊ എല്ലാത്തിലും ഇപ്പൊ നോക്കൂ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടെ താഴെ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. ഒറത്തിൽ ഖുർആൻ തർത്തീല എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഖുർആൻ വളരെ സാവകാശത്തിൽ നിർത്തി നിർത്തി ഓതുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്ക പാകത്തിൽ സാവധാനത്തിൽ ഓതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. പിന്നെ അതേപോലെ തന്നെ വേറെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മളെല്ലാവരും പഠിച്ചതാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാതൊരു കൂട്ടർ അവർക്ക് നാം വേദഗ്രന്ഥം നൽകി, അവരത് പാരായണം മുറപ്രകാരം പാരായണം ചെയ്തു വരുന്നുവോ അവർ അതിൽ വിശ്വസിക്കുന്നത്. അതായത് പാരായണ മുറപ്രകാരം എന്ന് പറയുന്നത് യത്ലൂന, അവിടെ തിലാവ എന്നാണ് ഉദ്ദേശിച്ചത്. നേരത്തെ അല്ലെ തർത്തീലാണ് പറഞ്ഞത്, ഇവിടെ യത്ലൂന. തിലാവ എന്ന് നമ്മൾ തിലാവ എന്നും തർത്തീൽ എന്നൊക്കെ പാരായണത്തിന് പറയാറുണ്ട്. എല്ലാം ഒരേ ഇതിൽ വരുന്നതാണ്. എന്താണോ നമ്മൾ ഖുർആനിന് കൊടുക്കേണ്ട ഒരു ഹക്ക് അത് നമ്മൾ കൊടുത്തിരിക്കണം. അങ്ങനെ ഖുർആനിനെ പാരായണം ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ അതായത് ആ ഖുർആനിൽ അത്രക്കും നല്ല രീതിയിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ, അതിലോട്ട് കൂടുതൽ അടുക്കുള്ളൂ. അത് വെറുതെ ഓതുന്നുണ്ട്, അതിലൊരു പ്രത്യേകിച്ച് ഒരു കാര്യം കാണുന്നില്ല, അവിശ്വസിച്ച് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ, അതായത് ഖുർആനിൽ നിന്ന് ഒരു പാഠവും കിട്ടാതെ ജീവിച്ചു പോകുന്നവർ അവരാണ് നഷ്ടക്കാര്. അപ്പൊ നമ്മൾ നഷ്ടക്കാരിൽ ഉൾപ്പെടാൻ നമ്മൾ ആരും ആഗ്രഹിക്കാത്തവരാണ്. അപ്പൊ അതിന്റെ ഖുർആനിന് നമ്മൾ കൊടുക്കേണ്ട ഹക്ക് നമ്മൾ കൊടുക്കണം. ഏറ്റവും നല്ല രീതിയിൽ അത് നമ്മൾ പാരായണം ചെയ്യാൻ പഠിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ആ പാരായണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന പാരായണം എന്താണ്, കേവല പാരായണമല്ല, അത് മനസ്സിലാക്കിയിട്ടുള്ള പാരായണം തന്നെയാണ്. എങ്ങനെയാണ് അത് മനസ്സിലാക്കല് എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അല്ലെ ഏറ്റവും കൂടുതൽ അല്ലെ, പ്രത്യേകിച്ച് നമ്മളെ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ദിവസവും നമ്മൾ റബ്ബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു നമ്മുടെ ഇബാദത്തിൽ നമ്മൾ റബ്ബിനോട് എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും നമുക്ക് വേണ്ടുന്ന ആ ഒരു കാര്യത്തെ അല്ലെ, എന്താണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ദിന സിറാത്തൽ മുസ്തഖീം. അപ്പൊ നമ്മൾ ഈ ഈ ഒരു ആയത്ത് നമ്മൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ നമ്മൾ അറിയാതെ തന്നെ അല്ലെ, നമ്മളൊന്നും ചിന്തിക്കാതെ 17 പ്രാവശ്യം നമ്മളിത് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഫർള് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. വേറെ ഏതൊരു നമസ്കാരം എടുത്താലും ഫാത്തിഹ ഓതാത്തതായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഓരോ ഫാത്തിഹ ഓതുന്ന സമയത്തും നമ്മൾ ഇത് മനസ്സിൽ തട്ടി, നമ്മൾ ഈ പറഞ്ഞതുപോലെ, അതാണ് ഞാൻ തദബ്ബുറിലേക്ക് വരാണ്. അതായത് നമ്മൾ ഇത് വെറുതെ ചോദിക്കുകയാണോ, നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചാണോ നമ്മൾ ചോദിക്കുന്നത്, റബ്ബെ എന്നെ ഞങ്ങളെ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ സുബ്ഹാനല്ലാഹ് ഇഹ്ദിന എന്ന വഹ്ദിനി എന്നല്ല പറഞ്ഞത്, ഇഹ്ദിന എന്നാണ്.
ഞങ്ങളെ നീ നിർമാർഗത്തിലേക്ക് നയിക്കണം. അപ്പൊ ഹിദായത്ത്, ആ ഹിദായത്തിനെയാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അത് നമ്മൾ മനസ്സിൽ തട്ടി തന്നെ ഇനി മുതൽ നമ്മൾ ചോദിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഖുർആനിലേക്കുള്ള ആ ഒരു ഹിദായത്തിന്റെ വാതിൽ റബ്ബ് നമുക്ക് തുറന്നു തരിക തന്നെ ചെയ്യും. മനസ്സിൽ തട്ടി നമ്മൾ ഇനിയിപ്പോ നമുക്ക് ഫാത്തിഹയുടെ മീനിങ് ഒക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ അല്ലെ മീൻസ് തഫ്സീർ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നും അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ട് റബ്ബ് നമ്മൾക്ക് ഓരോ സമയത്തും നമ്മൾക്ക് ആൻസർ തരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഹദീസിലൂടെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന സമയത്ത് നമ്മളൊന്ന് മനസ്സ് തട്ടി ചോദിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് ആ ഫീലിംഗ് അല്ലെ, ആ സുബ്ഹാനല്ലാഹ് നമുക്കത് മനസ്സിലാവും. നമ്മൾ റബ്ബിനോട് നമ്മളെ മാത്രമല്ല, നമുക്ക് ആർക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ മക്കള്, നമ്മളെ കുടുംബം അല്ലെ, നമ്മളെ കൂട്ടുകാര്, ആരൊക്കെയാണോ നമ്മൾ ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അവരൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടാണ് നമ്മൾ ഇഹ്ദിന എന്ന് പറയുന്ന നേർമാർഗത്തിൽ ചേർക്കണമേ എന്ന്. സുബ്ഹാനല്ലാഹ്. ഇത് തന്നെയാണ് എന്ത് നമ്മൾ ഈ തദബ്ബുർ എന്ന് പറയുന്നത്. ഹൃദയത്തിൽ തട്ടി നമ്മൾ റബ്ബിന്റെ അടുത്തേക്ക് അടുക്കുക. ഖുർആൻ റബ്ബ് നമ്മളോട് പറയുന്നതാണ്. അപ്പൊ അതിനെ നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുക. ഹൃദയം കൊണ്ടാണ് നമ്മൾ ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ റബ്ബിനോട് ഈ ഒരു തരത്തിൽ നമ്മൾ ഖുർആനിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തന്നെ നമുക്ക് ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്. എന്ത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. നമ്മൾ എണ്ണി എണ്ണി ഇങ്ങനെ ദാലിക്ക അതാകുന്നു, അൽ കിതാബ് ഗ്രന്ഥം, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അർത്ഥം വെച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി ഈ ഖുർആനിൽ തന്നെയാണ് നമ്മൾ റബ്ബിനോട് ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഹിദായത്തുള്ളത് അല്ലെ. അള്ളാഹു അടുത്ത സൂറത്തിൽ തന്നെ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതാകുന്നു ഗ്രന്ഥം, അതിൽ ഒരു സംശയവും വേണ്ട. സുബ്ഹാനല്ലാഹ്. അത് കിട്ടുന്നത് ആർക്കാണ്? അത് പ്രത്യേകമായിട്ട് പറഞ്ഞു തരികയും ചെയ്തു. അത് ആർക്കാണ് കിട്ടുക? മുത്തഖീങ്ങൾക്കാണ് കിട്ടുക എന്ന് സ്പെഷ്യൽ ആയിട്ട് തന്നെ റബ്ബ് അവിടെ എടുത്തിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ആ മുത്തഖീങ്ങളെ കുറിച്ചാണ് നമ്മൾ വീണ്ടും പഠിക്കേണ്ടത്. ആരാണ് മുത്തഖി, ഞാൻ അതിലെത്തിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇനി ഞാൻ കുറച്ച് തദബ്ബുറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ബക്കറയുടെ നമ്മളിപ്പോൾ പഠിക്കുന്ന ആയത്തുകളിലേക്ക് വരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറച്ച് എക്സാമ്പിൾ നമ്മൾ എന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ചില ആയത്തുകൾ, അതിലൂടെ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ പാഠഭാഗത്തേക്ക് തന്നെ വരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഖമറിൽ 17ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ആരാണ് തീർച്ചയായും ആലോചിച്ചു മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? ഇത് നമ്മളോടുള്ള ചോദ്യമാണ്. നമുക്കറിയാമല്ലോ, യുസ്ർ എന്ന് വെച്ചാൽ എളുപ്പാണ്. ഒലക്കത് അത് അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു. എന്ത്? ഖുർആനിനെ. എന്തിനു വേണ്ടി? ദിക്ർ. ദിക്ർ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പൊക്കെ നമ്മളൊക്കെ ചെറുതാവുമ്പോ എന്റെയൊക്കെ ചിന്തയിൽ ദിക്ർ എന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണി പറയുന്ന അല്ലെ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, അത് ദിക്ർ എന്നുള്ള ചിന്തയിലാണ്. ദിക്ർ എന്ന് വെച്ചാൽ എന്താണ്? ഓർമ്മിക്കലാണ്. ദിക്റുള്ള, അള്ളാഹുവിനെ ഓർമ്മിക്കൽ. അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന എന്തും ദിക്റാണ്. ഖുർആൻ ദിക്റാണ്. നമ്മൾ ഈ പറയുന്ന എണ്ണി ചൊല്ലുന്നത് ദിക്റാണ്. നിസ്കാരം ദിക്റാണ് ഇല്ലേ. അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും എന്താണ്? ദിക്ർ തന്നെയാണ്. അപ്പൊ ഈ ഖുർആനും എന്തിനാ തന്നിട്ടുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇത് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് കേവല പാരായണം ആണെങ്കിൽ നമുക്കത് കൂലി കിട്ടും. അത് എവിടെയും നഷ്ടപ്പെട്ടു പോവില്ല. നമ്മൾ ഓരോ അക്ഷരത്തിനും നമുക്ക് പ്രതിഫലം ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതങ്ങനെ നമുക്ക് കിട്ടുക ചെയ്യും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകം പറയാണ്, ഇത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്തിനാണ്? ഇത്രയും എളുപ്പമാക്കിയ, നമ്മൾ എളുപ്പമില്ല മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്നൊരു ഒരു ചെറിയൊരു ഒരു ട്യൂൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ പഠിച്ചു വന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പണ്ട് മദ്രസയിൽ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതെന്താണെന്ന് മനസ്സിലാക്കി എടുത്താൽ പിന്നെ അത് എളുപ്പമായി. എളുപ്പം എന്ന് വെച്ചാൽ ഇത്രയും എളുപ്പമല്ല. കാരണം ഞാൻ എളുപ്പം എന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ വേറെ ടീച്ചർ എളുപ്പം എന്ന് പറയുന്നില്ല. അള്ളാഹു തന്നെ പറയാണ് എന്ത്? നിങ്ങൾക്ക് ഖുർആനെ ഞാൻ എളുപ്പമാക്കി തന്നിരിക്കുന്നു. കാരണം നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ അല്ലെ, അതിന്റെ ഫസ്റ്റ് പഠനം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും നന്നായി റീഡ് ചെയ്യാൻ പഠിക്കലാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾക്ക് അത്യാവശ്യ രീതിയിൽ നമ്മൾ ഓതാൻ പഠിക്കണമെങ്കിൽ നമ്മൾ എന്താണ്, അതിന്റെ തജ്വീദും അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ തന്നെ ശ്രമിക്കണം. അതെപ്പോഴും നമ്മൾ മരണം വരെ തുടരുക തന്നെ ചെയ്യും. പിന്നെ അതിന്റെ വേറൊരു ഇതാണ് വരുന്നത്, അത് തജ്വീദൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹിഫ്ദിലോട്ട് പോകും.
അപ്പൊ ഹിഫ്ള് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാല് നമ്മള് നിസ്കാരത്തിൽ നമുക്ക് ഖിയാമിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ചില ആളുകൾ എന്ത് ചെയ്യും, ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഹിഫ്ളിന്റെ ഇതിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർ തജ്വീദ് ഇട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. വെറുതെ നമ്മളിങ്ങനെ, ഞാൻ തന്നെ ഓതുന്നത് കേട്ടിട്ടുണ്ട്, ഹിഫ്ള് ഗ്രൂപ്പിൽ ഓതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് പറയാണ്. ഒരു അതൊന്നുമില്ല, ഇങ്ങനെ ഓതി തീർക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഓതി വിടാണ്. ഒന്നും ആർക്കും മനസ്സിലാവണില്ല, ഓതുന്ന ആൾക്കും മനസ്സിലാവില്ല. പിന്നെ അത് ആ ഒരു കടമ നിർവഹിക്കാൻ എന്ന പോലെ, അല്ലെങ്കിൽ ആ ഓതുന്നതിന് എന്തായാലും കൂലിയുണ്ട് കേട്ടോ, ആ എഫേർട്ടിന് എന്തായാലും കൂലിയുണ്ട്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് പ്രത്യേകം പറയുക തന്നെയാണ്. പക്ഷെ അള്ളാഹു നമ്മളോട് ഒരിക്കലും ഖുർആനിൽ നമ്മൾ ഹിഫ്ളിനെ കുറിച്ചല്ല പറയുന്നത്. അള്ളാഹു നമ്മളോട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ഖുർആൻ നമ്മൾക്ക് എന്താണ്, ഈ ഹിദായത്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഹിദായത്ത് ഖുർആനിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഹിദായത്തിനെയാണ് നമ്മൾ തപ്പേണ്ടത്. നമ്മൾ കൂലി കിട്ടാൻ വേണ്ടി പാരായണം ചെയ്യാൻ മാത്രമാകുമ്പോൾ നമുക്ക് എവിടെയാ ഹിദായത്തിനെ കിട്ടുക? അപ്പൊ അതല്ല, അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. ഞാൻ അള്ളാഹ് എളുപ്പമാണെന്ന് പറഞ്ഞ കാര്യത്തിനെ ഞാനൊന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹൃദയത്തിന്റെ പൂട്ടിനെ ഒന്ന് തുറക്കണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തന്നെ ഖുർആൻ സൂറത്ത് മുഹമ്മദില് 24-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അപ്പോൾ അവർ ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല, അതല്ല ഹൃദയങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുകയാണോ? ഇത് അവിടെ തദബ്ബുർ എന്നുള്ള വേർഡ് വന്നു അല്ലെ? സുബ്ഹാനല്ലാഹ്. അവിടെ ചിന്തിച്ച് മനസ്സിലാക്കുക എന്നാണ് ഇവിടെ ഒരു വേർഡ് വന്നത്. ചിലപ്പോൾ നമ്മൾ ഊറ്റാലോചിക്കുക എന്നൊക്കെ ചിലപ്പോൾ ഇതിന്റെ വേർഡ് മീനിങ് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്തെന്നാ ഇതെന്ന് വിചാരിക്കും. തദബ്ബുർ, ഊറ്റാലോചിക്കുക, അല്ലെങ്കിൽ ചിന്തിക്കുക. ചിന്തിക്കുക അങ്ങനെയല്ല. നമ്മൾ എന്താ അറിയോ, നമ്മൾ മലയാളത്തിലേക്ക് അറബിയിൽ ഒരു വേർഡ് നമ്മൾ ക്ലിയർ ആക്കി നമുക്ക് അത്ര അങ്ങോട്ട് കംപ്ലീറ്റ് കിട്ടൂല. കാരണം അതിന് വിശദീകരണങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആൻ അറബിയിൽ തന്നെ ഇറക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. തദബ്ബുർ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ ഖുർആനെ കുറിച്ച് നമ്മൾ ആദ്യം നമ്മൾ അത് വായിക്കുന്നു, ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവുന്നു, ഓക്കെ. പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നു. ചിന്തിച്ച് നമ്മൾ എന്താണ്, അത് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്നു അല്ലെ. അതായത് പ്രത്യേകിച്ച് നമ്മൾ അധികവും ഇപ്പൊ തദബ്ബുർ നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകളിലൂടെയാണ്, അറിവുള്ള ടീച്ചർമാരുടെ ക്ലാസ്സുകളിലൂടെ നമുക്കത് കിട്ടുന്നു. പിന്നെ അതെന്തിന്, ആ ചിന്തിക്കൽ നമ്മൾ അനുഭവമായിട്ട് മാറണം. എങ്ങനെയാണ് അനുഭവമായിട്ട് മാറുക? നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ തദബ്ബറിന്റെ മീനിങ് എടുത്ത റിഫ്ലക്ഷൻ എന്ന് പറയും. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഇത് ഇത് അതിന്റെ ഇത് ഉണ്ടാവല്ലേ, പ്രതിബിംബം ഉണ്ടാവല്ലേ, അപ്പുറത്ത് കാണുന്നതിനെയല്ലേ പറയുന്നു റിഫ്ലക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിൽ അത് എന്ത് ചെയ്യണം, അത് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് തീർച്ചയായിട്ടും. അപ്പൊ അത് തീർച്ചയായിട്ടും പറ്റാണ്ടൊന്നുമില്ല, നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉണ്ട്. പക്ഷെ ഈ വേർഡ് കേൾക്കുമ്പോൾ എന്തോ മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ആണെന്ന് വിചാരിച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അള്ളാഹു പറഞ്ഞത് നമ്മൾ എന്താണ്, ഹൃദയം കൊണ്ടാണ് ഖുർആനെ മനസ്സിലാക്കേണ്ടതെന്ന് ഈ ആയത്തിൽ പറയുന്നത്. കാരണം ഹൃദയം നമുക്ക് മനസ്സിലാവൂല ഇത് നമ്മൾ, അല്ലെങ്കിൽ ഇതെന്തോ സംഭവമാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ കുറെ പഠിക്കാനുണ്ട്, വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു നമ്മളെ ഏറ്റവും ഫസ്റ്റ് ഇബാദത്തായിട്ട് പറഞ്ഞിട്ടുള്ള നമ്മൾ നമസ്കാരം. ആ നമസ്കാരം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആക്കണം. നമസ്കാരം ബെസ്റ്റ് ആക്കണമെങ്കിൽ നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നമ്മൾ ഫാത്തിഹയുടെയോ അല്ലെങ്കിൽ സൂറത്തുകളുടെയോ അതിൽ ചൊല്ലുന്ന ദുആകളുടെയോ നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ കുറേ വെറുതെ എന്തൊക്കെയോ പഠിച്ചു പോയിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിനെ പെർഫെക്റ്റ് ആക്കാൻ നമ്മൾ ഏറ്റവും അല്ലെ, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന നിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകളെ മനസ്സിലാക്കുക. ഏറ്റവും ആദ്യം നമ്മൾ ഫാത്തിഹയെ കുറിച്ച് പഠിക്കുക, അതിലുള്ള ദുആകളൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരത്തെ നമുക്ക് നന്നാക്കാൻ പറ്റുക. പിന്നെ നമ്മുടെ ഖുർആൻ എന്ന് പറയുന്ന നമ്മുടെ ഹിദായത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അത് വഴികാട്ടിയാണെങ്കിൽ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഹൃദയത്തിന്റെ പൂട്ട് അങ്ങോട്ട് തുറക്കുകയാണ്. കാരണം അള്ള പറഞ്ഞു എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ എല്ലാവരും എളുപ്പമാണെന്ന് അള്ള പറഞ്ഞാൽ പിന്നെ അതിന് ഒരു എന്താണ്, ഒരു നമുക്കൊരു സംശയവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞു, അതിനെ നമ്മൾ എടുത്തു. കാരണം എളുപ്പമാണ് ഖുർആൻ മനസ്സിലാക്കാൻ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തജ്വീദ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കുറെ മുമ്പേ നമ്മൾ പഠിച്ചു വെച്ച ലെറ്റേഴ്സും മഖ്റജും ഒക്കെയാണ്. അത് നമ്മളിങ്ങനെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് ടീച്ചർ എത്ര പറഞ്ഞു കൊടുത്താലും ചുണ്ടതായില്ല ചുണ്ടിതായില്ല എന്നൊക്കെ പറയൂലേ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ പഠിക്കാൻ എത്രയോ പ്രായമുള്ള ആളുകളും ഖുർആനെ ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അത് ട്രൈയിങ്ങിനനുസരിച്ച് അള്ളാഹു അതിനുള്ള റിസൾട്ട് തന്നോളും. എന്നാലും നമ്മൾ കുറച്ച് പ്രയാസമാണെന്ന് പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. നമ്മളൊക്കെ തന്നെ അങ്ങനെ പഠിച്ച് കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ
പിന്നെ പറയുന്നത് ഹിഫ്ള് എല്ലാവർക്കും സാധ്യമല്ല. പലപ്പോഴും പലരും പറയാറുണ്ട് എന്ത് പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്നു, എത്ര പഠിച്ചിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പം ഇതിലൊക്കെ കുറച്ചൊക്കെ നമുക്ക് അല്ലേ കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ കഴിവുകൾ ഉണ്ടാവില്ല അല്ലെ. ചിലപ്പോൾ നാവെല്ലാം ശരിക്ക് വഴങ്ങിക്കൊള്ളണം എന്നില്ല. മഹ്റജുകൾ നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ചത് നമുക്ക് മാറ്റാൻ പറ്റാത്ത, എത്ര പഠിച്ചിട്ടും നമുക്കറിയാം അതിന്റെ മഹ്റജ് അതാണ്, പക്ഷെ ചിലപ്പോൾ വായിൽ വരുമ്പോൾ അങ്ങനെ ആകുന്നില്ല. അതേപോലെ തജ്വീദ് റൂൾസ് ചിലപ്പം ഒന്നും തലയിൽ നിൽക്കുന്നില്ല. ഓതി വരുമ്പം ഇൽഹാറും ഇതൊക്കെ മാറിപ്പോകുന്നുണ്ട് ഇല്ലെ, ഇഫ ഒക്കെ മാറിപ്പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നു. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കുക തന്നെ വേണം. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെയാണ്. ഹിഫ്ളാണെങ്കിൽ അത്ര പറ്റുന്നില്ല. പക്ഷെ തദബ്ബുർ എന്ന് പറയുന്നത് ഏതൊരു കുഞ്ഞു കുട്ടിക്കും നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. അവർക്ക് സ്വന്തം അല്ലെ ഓതി മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ കൂടി ഒരാൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. നമ്മൾക്ക് ഓരോരുത്തർക്കും ഖുർആൻ ഓതാൻ അറിയുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വയം തദബ്ബുർ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ എന്തെങ്കിലും ഒരു തരത്തിൽ നമുക്കൊരു ടഫ് ആണെന്ന് പറയാൻ കൂടി പറ്റില്ല. അത് അള്ളാഹ് തന്നെ പറഞ്ഞല്ലോ എളുപ്പമാണെന്ന്. പിന്നെ എങ്ങനെയാ നമ്മളത് അല്ലെ നമുക്ക് പ്രയാസമാണെന്ന് പറയും. ഖുർആൻ ഇറക്കിയത് തന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് അല്ലെ, നമ്മൾക്ക് ഹുദായിട്ട് നമ്മൾക്ക് പിന്നെ എന്തൊക്കെയാ പറയുന്നത് പഠിച്ച ഖുർആൻ ഹുദ ആണ്, പിന്നെ ഷിഫ ആണ്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് സന്തോഷ വാർത്തയാണ് അല്ലെ, താക്കീതാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ. അത് റഹ്മയാണ്, കാരുണ്യമായിക്കൊണ്ടാണ് നമ്മളിലേക്ക് ഖുർആനെ അവതരിച്ചത്. ഇതൊക്കെ നമ്മൾക്കായിട്ട് ഫീൽ ചെയ്യണം. ഖുർആന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഹിദായത്തിനെ നമ്മൾ പിന്തുടർന്നാൽ, അതും അല്ലാഹ് പറയുന്നു ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഖുർആന്റെ ആയത്തിനെ പിന്തുടർന്നാൽ ഹുസ്നും ഇല്ല, ഖൗഫും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ നമുക്ക് ഇതൊക്കെ ഓതുണ്ട്, പഠിക്കുന്നുണ്ട്, ഏത് നേരം ഖുർആനിലാണെങ്കിലും ഖൗഫും ഹുസ്നും ഇല്ല എന്ന് പറയാൻ ആർക്കൊക്കെ പറ്റും? കാരണം യഥാർത്ഥ രീതിയിൽ നമ്മൾ ഖുർആനെ ചിന്തിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾക്ക് തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് അല്ല ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ പിന്നെ അതെങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. സോ നമ്മൾ കണക്ട് ചെയ്യാണ് ഖുർആനുമായിട്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതവും അല്ലെ ഖുർആനുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിലൂടെ നമ്മൾക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾ ഉള്ളിൽ നിന്നാണ് ആ മാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മൾ പറയുന്ന ഇന്നർ ചേഞ്ചസ് എന്ന് പറയും. ശരിക്കും ഈ തദബ്ബുർ ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചിന് ഇന്നർ ചേഞ്ച് എന്നാ പറയാം. പുറമെ എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ചേഞ്ചസ് ആണത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇപ്പം നമ്മളെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളായിരിക്കും അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരത്തില്, പിന്നെന്താ പറയാ, നമ്മൾ ഇബാദത്തുകളിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മൾ ഓരോന്നും പഠിക്കും തോറും നമ്മളിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്തു? നമ്മളെ ഹൃദയമൊക്കെ നമ്മളൊന്ന് കൂളാക്കി വെച്ചു. കാരണം എന്താണ്, ഈ ഒരു ഹിദായത്തിനെ പിൻപറ്റിക്കൊണ്ട് എന്റെ ലൈഫ് എനിക്ക് ഹൗഫും ഹുസ്നും. ഹൗഫ് എന്ന് വെച്ചാൽ അറിയാലോ എന്താണ്? പേടി, നാളെന്താവും, മറ്റന്നാളെന്താവും, കുട്ടികളെന്താവും അല്ലെ, മക്കളെന്താവും, ഓരോ ജീവിതം എന്താവും, അങ്ങനെ ഇങ്ങനെ പലതും ആലോചിച്ചു. ഇനി ഒന്നുമില്ലെങ്കിൽ ആൾക്കാർക്ക് എന്താണ്, നമ്മൾ മഴ പെയ്യോ, നാളെ മുളക് ഇങ്ങനെ ആങ്സൈറ്റി ജീവിതം മുന്നോട്ട് പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും ചിന്തകൾ പലതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്ത നിമിഷം എന്താണ്, നാളെ എന്താണ്, എനിക്ക് അസുഖം വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴത്തേ എനിക്ക് അതായിരിക്കും, ഇങ്ങനെ ചിന്തകൾ. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഇനി മോളെ കല്യാണം കഴിക്കാണ്ട്, കല്യാണം എന്നാണേക്കും, എന്തായിരിക്കും, ആരെങ്കിലും ചോദിച്ചാൽ പിന്നെ അതിലോടെ ജീവിതം തീർന്ന പോലെ. സുബ്ഹാനല്ലാഹ്. അതായത് അതൊക്കെ റബ്ബിന്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ റബ്ബ് ശരിയാക്കി തരും അല്ലെ. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഒരുപാട് അള്ളാഹ് നൽകുന്ന ആശ്വാസവാക്കുകളുണ്ട്. അതെല്ലാം കൂടെ ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. എന്തായാലും എന്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കുക, മൂസാ നബി പറഞ്ഞതുപോലെ. അതേപോലെ എന്തിനാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, എന്തിനാ ബേജാറാന്ന്, അല്ലാഹ് ഇല്ലേ നമ്മളെ കൂടെ. ഇങ്ങനെ ആശ്വാസവാക്കുകൾ ഖുർആനിലുള്ളപ്പോ നമുക്ക് എന്തിനാ ഖൗഫ് അല്ലെ. പിന്നെന്താ, ഇന്നലെ കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നുമില്ല. ഇന്നലെ നമ്മളടുത്ത് ജാഹിലിയത്തിലായിരുന്നു, നമ്മൾ പലതും സംഭവിച്ചു പോയി, എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിപ്പോയി. റബ്ബ് നമ്മളോട് എന്താ സാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും അല്ലെ വജന്നത്തിൻ, അല്ലാഹ് അങ്ങനെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അല്ലേ അള്ളാഹുവിലേക്ക് അല്ലെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമ്മൾ റബ്ബിലേക്ക് ഒന്ന് ഫാസ്റ്റ് ആയാൽ മതി. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ എത്തുന്നത് എങ്ങോട്ടാ? ആ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. പോകാൻ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട്. റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒന്ന് രണ്ട് ആയത്തുകളിലൂടെ നമുക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, നമ്മൾ ഏറ്റവും എന്താണ് പരിചയമുള്ള ആയത്തുകളാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. എവിടെ പോയി? ഒരായത്ത് എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. ഓക്കെ, നമ്മള് സൂറത്തു മുൽക്കിലെ രണ്ടാമത്തെ ആയത്ത്. സൂറത്തു മുൽക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലേ അല്ലെ. സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ ആയത്ത് നമുക്ക് എന്താ പറയാ, പച്ചവെള്ളം പോലെ അറിയാമെന്ന് അറിയാം. കാരണം മുൽക്ക് എന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും.
അല്ലെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് നല്ല വ്യക്തമായ മറുപടി അതിലുണ്ട്. എന്തിനാ റബ്ബ് നമ്മൾ സൃഷ്ടിച്ചത്? അഹ്സന അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൗത്തും ഹയാത്തും റബ്ബ് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടി? ഇൻ ബിറ്റ്വീൻ നമുക്ക് തന്നിട്ടുണ്ട് കുറച്ച് സമയം. ആ സമയത്തിൽ അഹ്സന അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ആയത്തിനെ നമ്മൾ എങ്ങനെയാ തദബ്ബുർ ചെയ്യുമെന്ന് പറയാം. അതായത് നമുക്ക് ഏറ്റവും പരിചയമുള്ള ആയത്തുകൾ എങ്ങനെ തദബ്ബുർ ചെയ്യാന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് അറിയാവുന്ന പോലെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ മനസ്സിലാക്കിയ തദബ്ബുർ ഇങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ആ ആയത്ത് നമ്മൾ പഠിച്ച്, ഓക്കെ. അപ്പൊ നമുക്കറിയാം അള്ള നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്, ദുനിയാവിൽ പല ആൾക്കാരും ഉണ്ടാവും, പല തരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കും. നമ്മളെ ഭർത്താവ് വേറൊരു സ്വഭാവമായിരിക്കും, മക്കൾ വേറൊരു സ്വഭാവമായിരിക്കും, ഉമ്മയോ അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡിന്റെ ഉമ്മയോ ഉപ്പയോ ഒക്കെ വേറെ വേറെ സ്വഭാവങ്ങളായിരിക്കാം. ഇതിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇങ്ങനെയുണ്ട്, ഓക്കെ. അപ്പൊ നമ്മളുടെ ചിന്തയിൽ എന്താ? എന്നെ റബ്ബ് എന്തിനാ അയച്ചത്? അഹ്സൻ അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഹ്സൻ എന്ന് പറയുമ്പം ഏറ്റവും ബെസ്റ്റ്, ഓക്കെ. അത് ടെസ്റ്റ് ആയിക്കൊണ്ടാണ് പ്രത്യേകം പറയുന്നുണ്ട്. അത് ടെസ്റ്റ്, അതായത് ലിയബ്ലുവക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് നിങ്ങളെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, അവരാണോ നിങ്ങളാണോ നല്ലതെന്ന്. അപ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ ഒരു വല്ലാത്തൊരു എന്തെങ്കിലും ഒരു വിഷയം വരുന്നത്. ചിലപ്പം എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ ഹസ്ബൻഡും ആയിട്ടുള്ളതായിരിക്കാം, മക്കളും ആയിട്ടുള്ളതായിരിക്കാം, ഹസ്ബൻഡും ഉമ്മയും ഉപ്പയും ആയിട്ടുള്ളതായിരിക്കാം. അവിടെ നമ്മൾ ഈ ആയത്തിനെ നമ്മൾ ഓർത്തു. ആ ആയത്ത് ആ സമയത്ത് തന്നെ നമ്മൾ ഓർത്തെടുക്കുകയാണ്, എന്തിനാ അപ്പൊ പഠിച്ചെന്നെ ക്രിയേറ്റ് ചെയ്ത് ഇവരോട് ഇങ്ങനെ, ഇവരിങ്ങോട്ട് പെരുമാറിയാൽ ഞാൻ അങ്ങോട്ട് നല്ലോണം നിൽക്കട്ടെ. അഹ്സൻ അമല് ചെയ്യാനല്ലേ പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ടെസ്റ്റ്, ഇത് ടെസ്റ്റാണ്, ഈ ടെസ്റ്റിൽ എനിക്ക് പാസ്സാവണല്ലോ. പാസ്സായാലല്ലേ എനിക്ക് റബ്ബിന്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു ആകാശഭൂമികളോളം വിശാലമായ ജന്നാത്തിനതിന് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നിടത്തൊക്കെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് ആയത്ത് വന്നു, നമ്മൾ എന്ത് ചെയ്തു അല്ലെ, നമ്മൾ അവിടെ എന്തോ നമ്മൾ പറയാൻ വിചാരിച്ചതോ അല്ലെങ്കിൽ നമുക്ക് ന്യായം നമ്മുടെ ഭാഗത്തായിരിക്കാം, ഓക്കെ. അതൊക്കെ വേറെ ഒരുപാട് ആയത്തുകളുണ്ട്. ന്യായം നമ്മുടെ ഭാഗത്തായിട്ട് നമ്മൾ അവിടെ മിണ്ടാതിരിക്കുന്നതിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഈ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ആയത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എടുത്തു നോക്കുക, എന്തൊരു സമാധാനം നമുക്ക് ഉണ്ടാവും എന്നറിയാം. കുട്ടികളല്ലേ മദ്രസയിൽ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ, ഇങ്ങോട്ട് നമ്മളെ ആരെങ്കിലും അടി കൂടാൻ വരും, വീട്ടിലാണെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കച്ചറയായിരിക്കും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ മക്കളെ ഇത് ആലോചിക്കാം, ഇവനോ ഞാനോ നല്ലത്? അഹ്സൻ ആരാണ്? ഞാൻ മുഹ്സിൻ ആവണം അല്ലെ. അഹ്സൻ അമലുകൾ ചെയ്യുന്ന ആളിനെ മുഹ്സിൻ എന്നാണ് അള്ളാഹു, അല്ലെ. ഇന്ന അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. അഹ്സൻ അമലുകൾ ചെയ്യാനാണ് റബ്ബ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് മുഹ്സിനീങ്ങൾ. അപ്പൊ ഞാൻ ആരാ? ഒരു മുഹ്സിനയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആരോടും ഒരു കച്ചറിയില്ല നമ്മള് അല്ലെ. നമുക്ക് ഇങ്ങനെ, കാരണം ഒരു കാര്യമില്ലാതെ ആയിരിക്കും ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ ആയത്തിനെ നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്ത് എന്നിട്ട് നമ്മളെ പുറത്തേക്ക് വന്നത് എന്താ? സമാധാനം. അടിക്കില്ല, പ്രശ്നങ്ങൾക്കില്ല, വർത്താനങ്ങൾക്കില്ല അല്ലെ, എന്ന് ചിരിച്ചിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ പറയാനുള്ള അത് റബ്ബ്, അതായത് ആ ആയത്തിനെ നമ്മൾ ഓർത്ത്, നമ്മൾ അവിടെ റബ്ബിന്റെ കലാമിനെ ഓർത്ത് നമ്മൾ അവിടെ ക്ഷമിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മളെ നാവിന്ന് നല്ലതേ വരൂ. കുറച്ച് ആദ്യത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ടി വരും. പിന്നെ റബ്ബ് നമുക്ക് അവിടെ എളുപ്പാക്കിയത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ഇതൊക്കെ പഠിച്ച് പാസ്സായ ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ആരോട് പറയണമെന്ന് എനിക്ക് അറിയില്ല. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അതൊരായത്ത. അപ്പൊ അഹ്സന അമലുകൾ ചെയ്ത് നമ്മളൊരു മുഹ്സിൻ ആവാന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ വരുന്ന സമയത്തും അല്ലെ, നമ്മുടെ മുന്നിൽ അടികൂടാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അല്ലെ, നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിലും പറയണമെന്ന് തോന്നിയാലും നമ്മൾ അവിടെ ഞാൻ മുഹ്സിനായിരിക്കണം. അപ്പൊ അവിടെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ നല്ലവരായി, നമ്മൾ ആ ടെസ്റ്റിൽ പാസ്സായി, നമുക്ക് തന്നെ ടിക്കിടാം. ഇന്ന് ഞാൻ ഇല്ലേ ആ ആയത്തിനെ, സൂറത്തുൽ മുൽക്കിലെ ആയത്തിനെ ഞാൻ അല്ലെ അള്ളാഹ്, ബിക്കോസ് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ആരിനെ? മുഹ്സിനീങ്ങൾ. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെട്ടല്ലോ പഠിച്ചവനെ. ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ, ഒരു അൽഹംദുലില്ലാ കേട്ടോ, ഒരു ടിക്കറ്റ് വെച്ചോളൂ. അള്ളാഹു അക്ബർ. അപ്പൊ ആയത്തിനെ തദബ്ബുർ ചെയ്തോ. സുബ്ഹാനല്ലാഹ്. അത്രേ ഉള്ളൂ. ഒരായത്തിനെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കയറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ഘട്ടങ്ങൾ വരുന്ന സമയത്ത് അതിനൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. അത് നമ്മൾ ആ ഒരു ശരിക്കും ആ റിഫ്ലക്ഷൻ, അത് പിന്നെ അത് ഇങ്ങനെ എന്താ പറയുക, റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അത് പിന്നീട് ഇങ്ങനെ പടരുക ചെയ്യുക. അത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഈസിലി പിന്നെ അല്ല മനസ്സിലാവാം ഈ ആയത്താണ് ഞാൻ എടുത്തിട്ട്, സൂറത്ത് യാസീനിലെ 12-ാമത്തെ ആയത്ത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിശ്ചയമായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, അവർ മുൻപ് ചെയ്തു വെച്ചിട്ടുള്ളതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും ഞാൻ എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ കാര്യവും തന്നെ ഒരു സ്പഷ്ടമായ മൂലരേഖയിൽ നാം കണക്കാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ. ഈ ആദ്യം എത്രയോ തവണ നമ്മൾ ഓതിപ്പോയിട്ടുണ്ടാവും.
ഈ ആയത്തിനെ ആലോചിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരുപാട് ചിലപ്പം തഫ്സീറൊക്കെ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ കേട്ടവരൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. എന്താണത്? അള്ളാഹു എന്താണ് നിശ്ചയമായും മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നുണ്ട്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവിടെ ഒരു സംഗതിനെ കൊണ്ടുവരും, എന്ത്? അവർ മുൻപ് ചെയ്തു വെച്ചിട്ടുള്ളതും, അതായത് അവരുടെ അവശിഷ്ടങ്ങൾ അഥവാ ഈ അവശിഷ്ടങ്ങൾ എന്നൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്താണ് ഈ ആസാർ. ഈ ആസാർ എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ ഇപ്പൊ ചെയ്തു വെച്ചിട്ടുള്ളത് ഒന്നൊന്ന് ആലോചിക്കണം. എത്രയോ പ്രാവശ്യം യാസീൻ ഓതിയിട്ടുണ്ട് അല്ലെ? യാസീൻ എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഭാഗമായിട്ട് എന്റെ വല്യമ്മച്ചൊക്കെ പറയും യാസീനും തബാറക്കയും എന്നാ പറയാ. ഊതിയ മോളെ മഗ്‌രിബ് കഴിഞ്ഞാൽ അതൊന്ന് ഓതണമെന്ന് നിർബന്ധമായിട്ടായിരുന്നു വെല്ലുമിച്ചി പറയാറ് എൻ്റെ അടുത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർക്കൊക്കെ അതൊരു ശീലമാണ്. അപ്പം ഈ ആസാർ എന്നുള്ളത് ചിലപ്പം അവരൊന്നും പഠിച്ച് മനസ്സിലാക്കാതെ തന്നെ അവരൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവും. കാരണം അവർ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം നമ്മളോട് ഓരോരുത്തർ അവർ ഭക്ഷണം കൊടുത്തതും അല്ലെങ്കിൽ അവരോട് നിന്ന് കിട്ടിയ ഹെൽപ്പൊക്കെ നമ്മളോട് വന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അവശിഷ്ടം ഇവിടെ ബാക്കി ഉണ്ടാവോ? അത് നല്ലതുമാവാം ചീത്തയുമാവാം. അത് എന്തെന്ന് അള്ളാഹു ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല, അവശിഷ്ടങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അവിടെ രേഖപ്പെടുത്തി വെച്ച് സ്പഷ്ടമായ രേഖയിൽ അതൊക്കെ കണക്കാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ആ ഒരു പ്രവർത്തികളെയാണ് ആസാർ എന്ന് പറയുക. അവശിഷ്ടങ്ങൾ, അതായത് വീണ്ടും നമ്മൾ മരിച്ചങ്ങോട്ട് പോയി, പക്ഷെ നമ്മുടെ ശേഷിപ്പ് അവിടെ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച എന്തോ ഒരു നല്ല കാര്യം, അതിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മുടെ ഖബറിലേക്ക്. അതാണ് ആസാർ എന്ന് പറയുന്നത്. ഈ ഒരു ആസാർ എന്ന ആയത്തിനെ പഠിച്ചിട്ട് ഇതേ നമ്മൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ കൂടെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് വീണ്ടും അല്ലെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള നിയത്തോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ഇന്നേവരെ ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ഇപ്പം അല്ല നമ്മൾ മുമ്പ് ക്ലാസ് ഒക്കെ കേട്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ശരിക്കും നൗഷാദ് കാക്കവയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, സുബ്ഹാനല്ലാഹ് ഉസ്താദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആയത്ത് പഠിച്ച ഉടനെ തന്നെ ഒരാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആളെ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു തോന്നുന്നു, ഒരു നല്ലൊരു ബസ് സ്റ്റോപ്പ് ഇല്ലായിരുന്നു തോന്നുന്നു, എങ്ങനെയൊക്കെയോ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ആക്കി. കാരണം ആൾക്കാർ വഴിയിലാണ് നിൽക്കുന്നത്, ഒരു വെയിൽ കൊള്ളാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ആക്കി അതൊക്കെ സെറ്റപ്പ് ആക്കി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എന്ന് ചോദിച്ചപ്പോൾ ആയത്ത് പഠിച്ചപ്പോൾ എന്തെങ്കിലും പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ അതുകൊണ്ട് അത് ചെയ്തതാണ് എന്ന് പറയണ്ടായി. സുബ്ഹാനല്ലാഹ്. നാട്ടിലുള്ള ആരും ആയിരിക്കണം, അള്ളാഹു അല. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ നമുക്കിപ്പോ നമ്മൾ വിചാരിക്കല്ല നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്കൊരു പള്ളി പള്ളിയിലേക്കൊക്കെ നമുക്ക് പൈസ കൊടുക്കാമല്ലോ അല്ലെ? സുബ്ഹാനല്ലാഹ്. അവിടെ ആരെങ്കിലും ഒരു സുജൂദ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തിനുള്ള ഒരു മുസല്ലക്കുള്ള സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഖുർആൻ വാങ്ങിച്ച് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണ്, ശരിയാണ്, അത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും തരത്തിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിണർ കുഴിക്കാനോ അല്ലെങ്കിൽ നന്മകൾ പഠിപ്പിക്കുന്ന ഒരു ഒരു സ്ഥാപനത്തിലേക്കോ എന്തിലേക്കെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്തു വെക്കുക. നാളത്തേക്ക് മക്കൾക്ക് എന്ന് വിചാരിച്ച് അവിടെ നമ്മൾ വെച്ച് നമ്മൾ അതും വെച്ച് അങ്ങ് മരിച്ചു പോകും. പക്ഷെ ഇങ്ങനെ നമുക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള സമ്പാദ്യങ്ങൾ, എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഇവിടെ നമ്മൾ ഇട്ടേച്ച് പോകണം. അപ്പൊ ഈ ആയത്ത് ഇത്രയും പ്രാവശ്യം ഓതിയിട്ട് ഈ ആയത്തിനെ ഓർത്തിട്ട് ചെയ്തിട്ടുണ്ടാവും. ഖുർആൻ പഠിക്കുന്നവരാണ് എല്ലാവരും തന്നെ അല്ലെ? നമുക്കറിയാം ബാഖിയാത്ത് സ്വാലിഹാത്തൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, നിലനിൽക്കുന്ന സമ്പാദ്യങ്ങൾ ജാരിയായ കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. എന്നാലും ഈ ഒരു ആയത്തിന് അല്ലെ എത്രയോ തവണ നമ്മൾ ഓതിപ്പോയിട്ട് ഈ ഒരു ആസാറെന്ന് വിചാരിച്ച് നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആയത്തിനെ തദബ്ബുർ ചെയ്തെന്ന് പറയാം. ഓക്കെ. എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ അഹ്സന അമലുകളെ പഠിച്ചത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ചേഞ്ച് നമ്മളൊന്ന് വരുത്തി നോക്കൂ, അപ്പൊ അറിയാം നമുക്ക്. അതേപോലെ തന്നെ ആസാർ നമ്മൾ ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം പോട്ടെ, നമ്മളിപ്പോ ഈ പഠിച്ച ഈ രണ്ടായത്തുകൾ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചു, അവര് നാളെ വേറെ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചു. ഇവരൊക്കെ ചിലപ്പോൾ നല്ലോണം പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മളൊക്കെ മരിച്ചു പോയാലും നമ്മൾ അല്ലെങ്കിൽ ഈ ചിലപ്പം ഈ ആയത്തിന്റെ ഒരു ഒരു എന്തെങ്കിലും എന്താ പറയാ ഇങ്ങനെ ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചിലപ്പം ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ ഒക്കെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ വരലുണ്ട് പല കാര്യങ്ങളും. അപ്പൊ അതൊക്കെ നമ്മൾ ഈ സ്പ്രെഡ് ചെയ്ത് പോയി അതിലൂടെ ഒരാൾ നന്നായെന്ന് വിചാരിക്കാം. നമ്മൾ മരിച്ചു പോയാൽ അയാൾ നന്നായി ജീവിക്കുന്നുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു വാക്കായിരിക്കും, ഒരായത്തായിരിക്കാം അല്ലെ? എന്തെങ്കിലും ഒരു ഇൽമ മതിയില്ലേ നമ്മൾക്ക് വീണ്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കാൻ. ഇപ്പൊ നമ്മൾ ഈ ഇൽമ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും ഒരു ആള് നാളെ അവരെ ഖുർആൻ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, അവരോട് ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു ആയത്തിനെ പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അത് പിന്നെയും സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പറയുകയാണെങ്കിൽ കുറേ ഉണ്ടാവും അല്ലെ? അള്ളാന്റെ ഇപ്പൊ ഷജറത്തൻ ത്വയ്യിബ പോലെ നമുക്ക് എന്താണ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് അങ്ങനെ പോവാം.
ഒരു കുഞ്ഞി കാര്യമായിരിക്കും നമ്മൾ ചെയ്യും. നമ്മളെ നിയ്യത്ത് എന്താണ്? പടച്ചോനെ ഇത് ആസാറായിട്ട് റബ്ബെ നീ എന്നിൽ നിന്ന് എടുക്കണേ. കാരണം ഈ ആയത്തിന് നമ്മൾ തദബ്ബുർ ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ആസാറിനെ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിച്ചോളൂ, ആസാർ ചെയ്യാൻ ആഗ്രഹിച്ചോളൂ, അഹ്സന അമലുകൾ ചെയ്യാൻ ആഗ്രഹിച്ചോളൂ. റബ്ബ് നമുക്ക് ചാൻസ് ദാ മുന്നിൽ കൊണ്ടുതരും. സുബ്ഹാനല്ലാഹ്. ഇപ്പം ആയത്തുകളും തദബ്ബുറും ഒക്കെ ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ളാ. പിന്നെ അതേപോലെ നമ്മൾ സ്വഭാവത്തിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താനുണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് സൂറത്തുകളിലേക്ക് നമുക്ക് വരാം. അവിടെ നമ്മൾ ഇപ്പം സൂറ തെക്കാസുർ അൽ ഹാക്കുമു തെക്കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പരസ്പരം പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കാൻ, നിങ്ങൾ ഖബർസ്ഥാനങ്ങളെ സന്ദർശിക്കുന്നത് വരേക്കും. ഇതിപ്പോ ഇങ്ങനെ നമ്മളൊരു മീനിങ് വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആർക്കും അങ്ങനെ വലിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലെ പെട്ടെന്ന് നമുക്ക് വായിച്ച സാധാരണ ഖുർആൻ പഠിക്കുന്ന ആൾക്കാർക്കാണ് പിന്നെയും മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാവും എന്തോ ഒന്ന് ഖബറിടം എത്തുന്ന വരെയാണ്. എന്തപ്പോ പെരുപ്പം കാണിക്കല്? ഷോഫ് എന്ന് പറയും അല്ലെ. ഷോഫ് അതായത് നമ്മളിങ്ങനെ ആളെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യൂലേ. ഈ എന്താ പറയുക, എന്ത് കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എളുപ്പത്തിൽ ഞാൻ പറയാം. ഇപ്പൊ നമ്മളിപ്പം പണ്ടൊക്കെ നമ്മളെ വീട്ടിലോ നാട്ടിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിലെ ഫോട്ടോസ് ഒക്കെ എടുക്കും. പണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. അതൊരു ആൽബത്തിലാകും, ആ വീട്ടിൽ വെക്കും. ഇന്ന് എങ്ങനെയാണ്? പോകുന്നവരും വരുന്നവരും എല്ലാം എടുക്കും. എന്നിട്ട് ഇതെല്ലാം അത് കാണിക്കലൊരു രസാണ്. സുബ്ഹാനല്ലാഹ് അല്ലേ. അതിങ്ങനെ സ്റ്റാറ്റസ് ആയിട്ടും റീൽസ് ആയിട്ടും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലും ഈ ഗ്രൂപ്പിലും ഒക്കെ ഒരു പരിചയവും ഇല്ലാത്ത, വലിയ പരിചയം ഇല്ലാഞ്ഞിട്ടല്ല, കുറേ എനിക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരു ഫ്രണ്ട്. ഓക്കെ, ഒരു ദിവസം വെറുതെ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എനിക്കുണ്ട് കുറേ വീഡിയോസും ഇതും എല്ലാം ഇട്ടിരുന്നു. മോളുടെ കല്യാണത്തിന്റെ ആയിരുന്നു. നല്ല ധൂംധാം കല്യാണമൊക്കെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ എല്ലാവർക്കും നല്ല അറിവിനെ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ എന്താണ്, അത് എല്ലാരെയും അറിയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇത്രയും നല്ല ഇതാണ് ഈ എന്താ പറയാ കളർഫുൾ ആണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എവിടം വരെയുള്ളൂ? ഈ കാണിച്ചു കൂട്ടലൊക്കെയുള്ള ഈ ഒരുങ്ങലും ഈ പിടിക്കലും എന്താ പറയാ കാണിച്ചു കൂട്ടലും ഒക്കെ എവിടം വരെയുള്ളൂ? ഈ മക്കാബർ എത്തുന്ന വരെയല്ലേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, മക്കളോട് പറയും, നമ്മളിപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരുങ്ങും അല്ലെ. പുറത്തു പോകുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ചമഞ്ഞു ഒരുങ്ങിയൊക്കെ പോകും. പക്ഷെ നമ്മൾ കബറിലേക്ക് പോകുമ്പോൾ എങ്ങനെയാ പോവുക മക്കളെ? നല്ല വെള്ള മക്കനെയൊക്കെ ഇട്ട് അല്ലെ. നല്ല അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ പോവുക. അല്ലാണ്ട് ഭയങ്കര ഈ ചുണ്ടില് ലിപ്സ്റ്റിക് ഇട്ടിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ടിട്ടും മുടിയൊക്കെ തൂക്കിയിട്ടിട്ടും ഒക്കെയാണ് നമ്മൾ പോവുക. അല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഒക്കെ എവിടെ വരെയുള്ളൂ? ഖബറിടെത്തുന്നത് വരെയുള്ള ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ഈ ഒരു ആയത്ത് പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ആക്കി ഇതൊക്കെ നിസ്കാരത്തിൽ എന്ന് ഓതുന്നവരായിരിക്കില്ല എല്ലാവരും. കാരണം എളുപ്പമുള്ള സുഹൃത്തുക്കൾ ആയതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റി ഓതുന്നവരാണ്. നാസും ഫൽക്കും ഇഖ്ലാസും ഗാഫറൂനും അല്ലാതെയും നമ്മൾ ഇതൊക്കെ പഠിച്ചവരായിരിക്കില്ല മദ്രസയിൽ. അതുകൊണ്ട് തന്നെ ഓതുന്നുണ്ടാവും. പക്ഷെ ഈ ഓതുന്നുണ്ട് എന്നല്ലാതെ ഈ ഒരു തെക്കാസുർ എന്നുള്ള പെരുപ്പം കാണിച്ച് നടക്കുകയും ചെയ്യല്ലേ എന്തും ഇപ്പം കൂടുതലും ഇല്ലേ. നമ്മൾ വിചാരിക്കും എന്താ പറയാ അല്ല വെറുതെ അല്ല ഖലീൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. കുറച്ച് ആൾക്കാരെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവർ, ബാക്കി കസീറും വേറെ ഏതോ ലോകത്താണ്. സുബ്ഹാനല്ലാഹ്. ദുനിയാവിനെയാണ് കൂടുതൽ കയ്യിൽ പിടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതൊക്കെ കാട്ടിക്കൂട്ടലുകൾ എന്തൊക്കെ കാണിച്ചാലും, അത് കല്യാണമായിക്കോട്ടെ ആഘോഷങ്ങളായിക്കോട്ടെ ഈ പറയുന്ന സ്റ്റാറ്റസും അതും ഇതും ഇല്ലേ, കുടുംബത്തിലെ കാര്യങ്ങളും ആഘോഷങ്ങളുടെ പെരുമഴയാണ്. എന്താഘോഷിക്കാൻ പറ്റുമോ അതൊക്കെ ഒരു ഒരു ഇന്നും അന്നും ഇല്ലാത്ത തരത്തിലുള്ള ആഘോഷങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും അല്ലെ കുടുംബത്തിൽ ആരും മരിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കല്യാണമെങ്കിൽ പോലും ആഘോഷങ്ങൾക്ക് ഒരു കുറവും കാണാറില്ല. സുബ്ഹാനല്ലാഹ്. മരിച്ചവരങ്ങ് മരിച്ചു പോവും. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല, ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടം വരെ അല്ലേ ഉള്ളൂ, എന്തിനാ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തിയെന്നുള്ളൊരു ചിന്ത വരൂലേ. സുബ്ഹാനല്ലാഹ്. തീർച്ചയായിട്ടും ഈ ആയത്ത് ഓതുന്നത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത കൊണ്ട് ഈ ആലോചിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് പോരെ. കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? നമ്മളെ മക്കൾക്ക് മനസ്സിലാകാതിരിക്കുവോ? മക്കളെ ദാ റബ്ബ് തന്നെ പറയാണ്, എന്തൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടിയാൽ അത് എവിടെ വരെയുള്ളൂ? കബറിടെ എത്തുന്ന വരെയുള്ളൂ. അവിടെ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം. നേരത്തെ പറഞ്ഞ അഹ്സന അമലുകളും ആസാറും ഒക്കെ കൊണ്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ കാട്ടിക്കൂട്ടലുകളും ഈ ഷോ ഓഫും ഈ സ്റ്റാറ്റസ് ഇടലും ഈ റീൽസ് ഇടലും ഒന്നും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതും അവശിഷ്ടങ്ങളായിരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് തെറ്റായിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ അവശിഷ്ടങ്ങളായിട്ട് മാറുമായിരിക്കും. നമ്മൾ എന്തോ ഷെയർ ചെയ്ത് നമ്മൾ എന്തോ ആയത് അത് അന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കല്ലേ. അപ്പൊ കബറിടത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് എന്താണ്, നമ്മളത് പിന്നെ കബറിടത്തിൽ എത്തുന്നവരെ കാണിച്ചു കൂട്ടി. ആ കാണിച്ചു കൂട്ടതിന്റെ അവശിഷ്ടം അവിടെ കിടക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അതിനുള്ളിലേക്ക് അല്ലെ, അതിന്റെ ആധാറായിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ അതിന്റെ
തെറ്റ് നമുക്ക് വീണ്ടും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ഒരു ആയത്തിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക, എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മൾ മിഷ്കാത്തിന്റെ എല്ലാത്തിലും ഓർമ്മിപ്പിക്കാറുണ്ട്. എന്ത് നമ്മൾ ഈ DP മീൻസ് പ്രൊഫൈൽ ഫോട്ടോ വെക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ സ്റ്റാറ്റസ് വെക്കുന്നത്, നമുക്ക് എന്തെങ്കിലും നല്ല തരത്തിൽ ഇതുപോലെയുള്ള ഒരു ആയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ആയത്തിന്റെ മനസ്സിലാകുന്ന എന്തെങ്കിലും കോഡ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്തെങ്കിലും വെക്കും, ആരെങ്കിലും നമ്മളെ മുസ്ലിം ഫ്രണ്ട്സ് വരെ നമുക്ക് അതൊക്കെ കണ്ടിട്ട് ലൈക്ക് അടിക്കാറുണ്ട്, അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്, അതൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും മാർഗത്തിൽ അത് ആ കാര്യം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ഫോണും അതിലൂടെയുള്ള സൗകര്യങ്ങളും അല്ലെ നമ്മൾ എന്തിനു ഉപയോഗപ്പെടുത്തുക, അത് ആരെങ്കിലും ഒന്ന് വായിക്കട്ടെ. ഒരു ആയത്തല്ലേ, ഒരു 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 ഹദീസല്ലേ, അതൊക്കെ എന്തിൽ പെടും? ഈ അഹ്സന അമലുകളിൽ പെടുന്നതാണ്, നല്ല അമലുകളാണ്. അത് വായിച്ചിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ട് അത് ആസാറായിട്ട് മാറുകയാണ്. എന്തൊരു സുഖമാണ്, എന്തൊരു സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ ആയത്തുകളിലൂടെ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ ആവട്ടെ. അല്ലാതെ നമ്മൾ ചെയ്തു കൂട്ടിയതും കൊണ്ട് നമുക്ക് എന്താ, അല്ല കാണിച്ചു കൂട്ടിയതും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഇനി ഒരായത്തും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മളെ പേടിപ്പെടുത്തേണ്ട ഒരു ആയത്താണ് എന്ത്? വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ. അള്ളാഹു നാശം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ആരാണ്? അതായത് ഈ ഇതില്ലേ, എന്താ പറയാ, ആ, കളിയാക്കുന്നവരും അതേപോലെ ഈബത്ത് പറയുന്ന പരദൂഷണം പറയുന്നവർക്കും. ഓക്കെ, ഈ രണ്ട് ആൾക്കാരനെയും അള്ളാഹു നാശം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്ത് മുഴുവനായിട്ട് വായിക്കുമ്പോൾ അറിയാം, നമ്മളിൽ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരെ തൂണുകൾ പോലെ വന്നിട്ട് അല്ലെ മൂടിക്കളയുന്ന തീയാണ്. ഒരിക്കലും എന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അല്ലെ. നാറുവാഹിൽ മുഖദല്ലത്തി തത്തലി അല അഫീദ ഇന്ന അലൈഹിം ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും വീണ്ടും അള്ളാഹു പറയാണ് എന്താണ്, എന്തൊരു ടൈപ്പ് ഓഫ് തീയാണ് അവർക്ക് മേലെ വരാൻ പോകുന്നത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഹുമസൈ ലുമസൈ എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ആൾക്കാർ കളിയാക്കും, രസത്തിൽ കൂടിയിട്ടില്ലേ, ആ കളിയാക്കും, ചിരിക്കും അല്ലെ. അതേപോലെ തന്നെ പരദൂഷണം. പരദൂഷണം എന്ന് പറയുന്ന ഒരു പല തരത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയും അതിപ്പോ നമ്മൾ ഉള്ളതല്ല, ഉള്ളതോ ഇല്ലാത്തതോ, നമ്മൾ മാക്സിമം അതിൽ നിന്ന് മാറി നിൽക്കരുത്. മാറി നിന്ന് കഴിഞ്ഞാൽ റബ്ബ് നമുക്ക് അതിനുള്ള ചാൻസ് തരും ചെയ്യും. നമുക്ക് ഇഷ്ടമില്ലാതെ എന്നുള്ള ചെവിടിന് എന്താ പറയാ, നമ്മൾ ചെവിയെ അള്ളാഹു അടച്ച് കളയുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് റബ്ബ് നമ്മളെല്ലാവരും കാക്കട്ടെ. കാരണം നമ്മൾ ആഗ്രഹങ്ങൾ, നമ്മൾ റബ്ബിന്റെ ആയത്തിനെ മനസ്സിലാക്കിയിട്ട് പഠിച്ചോൻ ഇതിന് ഇത്രയും ശിക്ഷയുണ്ടല്ലോ റബ്ബെ, എന്നെ ഇനി അതിലേക്ക് കൊണ്ടുപോകല്ലേ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പഠിച്ചോനെ, എനിക്ക് നിന്റെ അങ്ങനത്തെ ശിക്ഷയൊന്നും എനിക്ക് വേണ്ട. നമ്മൾ ആ ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ വരുന്നത് ഇതൊക്കെയല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ റബ്ബിനോട് ആ ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെ നമ്മൾ തേടി ഈ ആയത്തിനുള്ളിൽ അങ്ങ് വെക്കുക. എന്തെങ്കിലും തരത്തിൽ നമ്മൾ ചുറ്റുപാടും എന്തെങ്കിലും തരത്തിലുള്ള കളിയാക്കലുകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ അവരെ പറയണ്ട കേട്ടോ, അത് നമുക്ക് ശരിയല്ല കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ. ചിലർക്ക് ആയത്തൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും കേൾക്കാനൊന്നും നിൽക്കൂലായിരിക്കും. നീ ആരെ നമ്മളെ പഠിപ്പിക്കാൻ, ഓള് വലിയ ഇത് ഖുറാൻ നടുക്കഷ്ണം വന്നിട്ടുണ്ടെന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മൾ നന്നാവാൻ തീരുമാനിച്ചവരാണ്. അപ്പൊ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഇപ്പൊ കൂടിയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറയണം, നമുക്ക് അവിടെ ഒന്നും പറ്റുന്നില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക. കാരണം ഒന്ന് ആലോചിക്കുക ഈ ഒരു ആയത്തിന്. കാരണം അള്ളാഹു നാശം എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് പരദൂഷണം പറയുന്നവർ. എന്നിട്ട് ഈ ആയത്ത് എന്നും നിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്നവരും പരദൂഷണം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ല, അവരിങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അല്ലെങ്കിൽ ഒക്കെ പോട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോ ആൾക്കാരെ കുറിച്ച് പറയുന്നത്, ഇപ്പൊ ഒരു കല്യാണത്തിന് പോയി വരും, എന്നിട്ട് കല്യാണത്തിന്റെ എന്താ പറയാ, അവിടെയൊക്കെ കാണുകയും ആക്കിയൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് കല്യാണത്തിന് കുറ്റം പറയും. അതായത് ചിലപ്പോൾ അവിടുത്തെ ഫുഡായിരിക്കും, അവർ കുറച്ച് ലേറ്റ് ആയി വന്നുകൊണ്ട് ചിലപ്പോൾ ആ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല, ഈ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല, എന്ത് കല്യാണം അവർ കഴിച്ചത്. ഇതൊക്കെ എന്താണ് ആൾക്കാർ കളിയാക്കുന്നതും ഈ പറയുന്ന ബാക്ക് ബൈറ്റിങ്ങിലും പെട്ട കാര്യം തന്നെയല്ല. ഇത് അവർക്ക് ഇഷ്ടപ്പെടും അവരെ കുറിച്ച് അങ്ങനെ പറയുന്നത്. എന്നാ പിന്നെ പോവാണ്ടിരുന്നാ പോരെ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന പണിക്കാരെ കുറിച്ച് പറയലോട് പറയലാണ്. അവള് വരുമ്പം ചിലപ്പോൾ അവളോട് നല്ലോണമൊക്കെ നിൽക്കും, പോയി കഴിഞ്ഞാൽ പറയും ഒന്നും ചെയ്യുന്നത് ശരിയാവൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വിളിച്ചാൽ കറക്റ്റ് സമയത്ത് വരൂല, അങ്ങനെയാണ് ഇങ്ങനെ പറയും. അതൊക്കെ ഒരു കോമൺ വർത്താനമായി. കല്യാണത്തെ കുറ്റം പറയലായിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും പോയിട്ട് അവരുടെ പരിപാടിനെ കളിയാക്കലായിക്കോട്ടെ, വേറെ ആരെങ്കിലും സ്റ്റാറ്റസോ ഫോട്ടോ കണ്ടിട്ട് അത് പറയലായിക്കോട്ടെ, ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ പോവാൻ നിൽക്കണ്ട, അത്രയേ ഉള്ളൂ. അതേപോലെ വീട്ടിലെ ഹെൽപ്പിന് വരുന്ന ആൾക്കാരെ പറയില്ല, ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും ആരും എന്താണ് പരദൂഷണം ഒന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിലേ പറയുള്ളൂ. നമ്മളൊക്കെ ഒന്ന് നമ്മളെ കുറിച്ച് തന്നെ ഈ ആയത്തൊന്ന് പഠിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ മാറി നിന്നിട്ടില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കത്തിക്കരിഞ്ഞ് പോകുന്ന തരത്തിലായി മാറും. കാരണം ഈ ഒരു പരദൂഷണത്തിന്റെ ഒരു ഹദീസ് തന്നെ ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. പറയുന്നത് എന്താന്ന് വെച്ചാല് ഡേ ഓഫ് ജഡ്ജ്മെന്റില് ഖിയാമത്ത് നാളില്
നമ്മളിങ്ങനെ നിൽക്കുകയാണ്, നമ്മളെ കയ്യിൽ കൊട്ടക്കണക്കിന് ഉണ്ട് എന്ന് വിചാരിച്ചു, നമ്മൾ ഖുർആൻ പഠിക്കുന്നുണ്ട്, നമ്മൾ തദബ്ബുറുണ്ട്, അതാ ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ അവിടെ പോയി നിൽക്കുന്നത് അല്ലെ. നിസ്കാരവും സുന്നത്തുകളും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ പോയി നിൽക്കുന്നത്. അപ്പൊ ആ ക്യൂല് കുറേ ആൾക്കാർ, ഇവളെന്നെ അങ്ങനെ പറഞ്ഞു, ഇവൾ അന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അന്നേരം പറഞ്ഞു ചോദിച്ചു ഇവളെ ഇപ്പൊ കേട്ട് എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ അവരറിയുമല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ കോടതിയാണത്, അവിടെ എല്ലാം ഓപ്പൺ ആണ്. അപ്പൊ വരും ഓരോ ആൾക്കാർ, നമ്മളിത് കൊടുത്ത് കൊടുത്ത് അവള് വന്ന് ഇവള് വന്ന് ഓരോരുത്തന്മാരായിട്ട് വന്നിട്ട് നമ്മള് ബോക്സിൽ നിന്ന് എടുത്ത് കൊടുത്ത് കൊടുത്ത് അവസാനം നമ്മളെ ബോക്സ് കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. അപ്പൊ ഉണ്ടാവും പിന്നെയും ക്യൂല് ആൾക്കാർ. അപ്പൊ എന്ത് ചെയ്യും, അവരുടെ ചീത്ത കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ ബോക്സിലേക്ക് ഇങ്ങോട്ട് ഇട്ടുതരും. അപ്പൊ നമ്മൾ ആരായി? പാപ്പരാവാന്ന് പറയില്ലേ, സുബ്ഹാനല്ലാഹ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തും. അവരെയാണ് പാപ്പരെന്ന് അല്ലെ റസൂൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു കഷ്ടാണ്. പക്ഷെ ഈ ആയത്തുകൾ നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കണം, പക്ഷെ നമ്മൾ പറയുന്നത് എവിടെയാ നിർത്തിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാ. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറുടെ എല്ലാ തിന്മകളിൽ നിന്ന്. നമുക്ക് ചെയ്യേണ്ടത് അഹ്സന അമലുകളും ആസാറാകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. റബ്ബ് നമ്മളെ അതിലേക്ക് നയിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത്, അതായത് നമ്മൾ ഈ ആയത്തുകൾ കൂടെ പറയാം, സമയം ഉണ്ടെന്ന് വിചാരിക്കുന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞാ പറഞ്ഞു പോവും. ആ, ആ, പിന്നെ സൂറത്തുൽ ബഖറയിലെ നമ്മൾ ദാനധർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ വേഗം ഈസിലി പറഞ്ഞുതരാം ഇൻഷാ അള്ളാ. അതായത് നമ്മൾ ഒരു കുഞ്ഞി കാര്യമാണ്, കുഞ്ഞി കാര്യം ഇത്രേ ഉള്ളൂ നമ്മളെ കയ്യിൽ. ചിലപ്പോൾ ഒരു 10 രൂപയായിരിക്കും കേട്ടോ, ഈ നന്മണി എന്ന് പറയുന്നത് 10 രൂപയായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ആ, ഒരു പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞി കാരക്ക ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ ആയിരിക്കാം. ഓക്കെ, നമ്മൾ എന്തോ നമ്മളെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോ, ഇത് ഇത്രയേ ഉള്ളൂ, ഈ നന്മടിയുടെ അത്രയേ ഉള്ളൂ. നല്ല നമ്മുടെ നീയത്ത് എന്താണ്? വളരെ നല്ല നീയത്താണ്, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിനെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഒരു ഇൽമായിരിക്കാം, നമുക്ക് ഇന്ന് കിട്ടിയ ആസാറായിരിക്കാം, അല്ലെങ്കിൽ അഹ്സന അമലിനെ പറ്റിയിട്ടായിരിക്കും, വയലിൽ കുലി ഹുമസത്തിൽ ഹുമസ എന്ന് പറഞ്ഞ ആയത്തായിരിക്കും. അതൊക്കെ ഇതിൽ ഈ നന്മണിയിൽ പെടുത്താം കേട്ടോ. നമുക്ക് ഈ ഒരു കുഞ്ഞി നന്മണിയുടെ അത്രയേ ഉള്ളൂ നമ്മള്. പക്ഷെ എന്താണത്? അതെന്താ സംഭവിക്കുന്നത്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല എത്രത്തോളം വളർത്തും എന്നറിയോ? പക്ഷെ അതിന് നല്ല വളവും അല്ലെ വെള്ളമൊക്കെ കൊടുക്കണം. എന്താണ് അതിന്റെ വളവും വെള്ളവും എന്നൊക്കെ പറയുന്നത്? നമ്മളുടെ നീയത്താണ് അല്ലെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അധനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തു ധനവും ആവാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സമയമാകാം അല്ലെ, ഒരു ഗ്ലാസ് ചായ ആവാം, അല്ലെങ്കിൽ നമ്മൾ കിട്ടിയ അറിവാവാം അല്ലെ, അല്ലെങ്കിൽ ഒരു ചിരിയാവാം. ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിലാണ്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ആ കുഞ്ഞി ധാന്യമണി എത്രത്തോളം ഉയർത്തുന്ന ആയത്തിൽ പറഞ്ഞു. ഈ ആയത്തൊക്കെ എത്ര ക്ലിയർ ആണ് നമുക്ക്. ഇങ്ങനെ ഒരു ധാന്യമണി ആലോചിച്ചുകൊണ്ട് നമ്മൾ ഒരു 10 രൂപ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, കൊടുക്കാലോ, പഠിച്ചല്ലോ നമ്മളിപ്പോ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുഞ്ഞി കാരക്കയാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും നമ്മൾ ആർക്കും പഠിച്ചോനെ, ഈ കതിരൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കും. ഒരു 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 നെന്മണിയിൽ നിന്നും 7 കതിരുകൾ ഉണ്ടാവാണ്. 7 കതിരുകളിൽ നോക്കൂ, 100 100 100 100 വെച്ചിട്ട് 700 ഇരട്ടി. അതിനേക്കാളും അതിനേക്കാട്ടിലും മോർന്ന് പറയുന്നുണ്ട്. വാസിയോനെ അലീം എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മളുടെ നീയത്ത് അത്രത്തോളം റബ്ബിനറിയാം. അപ്പൊ അതിനേക്കാൾ കൂടുതലും ചിലപ്പം റബ്ബ് തന്നേക്കും. അതിന് കഴിവുള്ളവനല്ലേ നമ്മൾ, റബ്ബ് സുബ്ഹാനഹു വതആല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പൊ നമുക്കത് ചെയ്യാലോ. ഇനി അതല്ല, എടുത്തു പറയുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യന്മാർക്ക് അല്ലെ. എന്താണ്? മന്ന വല്ല അതാ 2 സൂക്കട്. ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഇത് വല്ലാതെ എന്നെ ചിന്തിപ്പിച്ച ഒരു ആയത്താണ്. ഇപ്പൊ ഇത് ഈ അന്നേ അதைയും പഠിച്ചപ്പോ ഇങ്ങനെ സ്റ്റക്കായി പോവാന്നറിയില്ലേ. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദാനധർമ്മങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത്. ഓ, പൈസ കൊടുത്തത് നമ്മൾ ആരും എടുത്തു പറയോ, അവരെ പിന്നാലെ പോവൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതെന്താണ്, നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ, എന്തൊരു നന്മ നമ്മളെ വീട്ടിലായിരിക്കാം, നമ്മളെ വീട്ടിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നത് നമ്മൾ എടുത്തു പറയാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ നമ്മൾ പോകുന്നില്ല, നമ്മൾ ഖുർആൻ പഠിച്ചവരാണ്. ഓക്കെ, പക്ഷെ വീട്ടിനുള്ളിലേക്ക് നമ്മൾ വരുമ്പോഴും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈ മന്നും അതയൊക്കെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക്, പാരന്റ്സിന് ചെയ്തു കൊടുക്കുന്നത് അല്ലെ, പാരന്റ്സിലൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പം സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത്, ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തില്ലേ, അത് ചെയ്തില്ലേ എന്നൊക്കെ പറയും അല്ലെ. ചിലപ്പോൾ ആൾക്കാരോട് നമ്മൾ, ഇതിപ്പം 2 ടൈപ്പ് ഉണ്ട്. ഈ മന്ന അതാന്നൊക്കെയുള്ള വേർഡ്സ് നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങില്ലേ ആകെപ്പാടെ വല്ലാണ്ടാവും. അല്ലാ, ഇതെനിക്കുണ്ടാ നമ്മൾ ചിന്തിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. മന്നെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുത്തു പറയും, ഒരാളോട് പറയും ഞാൻ എൻ്റെ അവരങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ മറ്റുള്ള തീരെ നോക്കൂല. ചിലപ്പം പിയാപ്പിന്റെ ഉമ്മയൊക്കെ നമ്മുടെ കൂടെ ആണെങ്കിൽ അങ്ങനെയല്ലേ പറയാ, ഞാൻ ഒരുപാട് അവരെ നോക്കണുണ്ട്, അവര് മറ്റവരൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല, എന്താ ആൾക്കാരാണല്ലേ. അപ്പൊ പറയും, ആ നിങ്ങൾ നിങ്ങൾ നല്ലതാണല്ലേ. അപ്പൊ പറയും, നമ്മളതല്ലേ ഖുറാനിലൊക്കെ പഠിക്കണം, നമുക്ക് അങ്ങനെ ചെയ്യണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് പറയാ, എടുത്തു പറയലല്ല അവിടെ വരുന്നത്.
അറിയാതെ പറഞ്ഞു പോവാണ്. അസ്തഗ്ഫിറുല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് അല്ലേ. ഞാൻ എൻ്റെ അവരൊക്കെ നോക്കുമ്പോൾ അവർ തീരെ ആ വീട്ടിലൊന്നും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൊന്നുമില്ല, ഭയങ്കര അതാണ് ഇതാണ് ഒക്കെ പറയും. അതായത് നമ്മളെ നന്നാക്കി ഭയങ്കര നമ്മളെന്തോ ഒരു സംഭവമാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദുരഭിമാനം നടിച്ച് അങ്ങനെ നടക്കുകയാണ് എണ്ണിക്കാട്ടി അല്ലേ. ഇത് ഈ പെരുപ്പം നടിക്കൽ തന്നെയാണ് ഇവിടെയും വരുന്നത് മന്ന. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അതാ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ തെറ്റുന്ന സമയത്ത് അല്ലെ, അതിന് ഭർത്താവിനോടായിരിക്കും അല്ലെ മക്കളോടായിരിക്കും അല്ലെ ഈ പറഞ്ഞതുപോലെ പാരന്റ്സിനോടായിരിക്കും എന്തെങ്കിലും തരത്തിൽ തെറ്റില്ല എന്തൊക്കെയാണെങ്കിൽ എല്ലാം കൂടി അങ്ങ് എടുത്ത് പറയും, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും അതൊക്കെ ചെയ്തിട്ടും എന്നിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നെല്ലാം പറഞ്ഞിട്ട് ആ കലമ്പാക്കും. പോയില്ലേ, എന്താ സംഭവിക്കാൻ പോണേ. ഇത് രണ്ട് സംഭവങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചോൻ പറഞ്ഞുതരാണ്. അത് ഇങ്ങനെ അങ്ങ് രണ്ട് എക്സാമ്പിൾ പിന്നെയും പറയുന്നുണ്ട്, കത്തിക്കരിഞ്ഞ തോട്ടം പോലെ. അത് ഞാൻ എൻ്റെ അടുത്ത് ഞാൻ പിക്ചറാക്കി എടുത്തിട്ടില്ല സുബ്ഹാനല്ലാഹ്. അതങ്ങതാ ഒരു പാറപ്പുറത്ത് കുറച്ച് മണ്ണുണ്ടാവും. ആ മണ്ണിന്റെ അത്രയും നമ്മൾ കുറച്ചെന്തോ ചെയ്തിട്ടുള്ളൂ. ആ മണ്ണിന്റെ മുകളിലേക്ക് എന്ത് വന്നു, ഒരു കുറച്ച് അല്ലെ ഒരു മഴ അങ്ങോട്ട് പെയ്തു, അതങ്ങോട്ട് മൊട്ട പാറയാക്കി മാറ്റിക്കളഞ്ഞു. നമ്മളെന്തോ കുറെ കാര്യം ചെയ്തിട്ടുണ്ടെന്ന് അന്നേരം വിചാരിക്കുന്നു, പറഞ്ഞതും ചെയ്തതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ബോക്സ് ഓട്ട വന്നിട്ടുണ്ടാവും. അള്ളാഹു അക്ബർ, ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മള്. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ. അള്ളാഹു അത്രയും നമുക്ക് ക്ലിയർ ആക്കി പറഞ്ഞു തരും. നിങ്ങളൊരു കുഞ്ഞിക്കാര്യം നിങ്ങൾ ചെയ്തോളൂ, അതിന് 700 ഇരട്ടി അതിനെക്കാട്ടിലും പ്രതിഫലം ഞാൻ തരാം. നിങ്ങൾ ഒന്നും എടുത്തു പറയരുത്, നിങ്ങൾ ആരെയും വിഷമിപ്പിക്കരുത്. നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, നിങ്ങൾ ക്ഷമിക്കുക. പഠിച്ചവനെ ഇത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് കേട്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഇങ്ങോട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ നുള്ളിപ്പെറുക്കി പറയാൻ നിൽക്കണ്ട. ഈ നുള്ളിപ്പെറുക്കി പറഞ്ഞിട്ടാണ് നമ്മൾക്ക് സ്ത്രീകൾക്ക് പലതും നഷ്ടപ്പെട്ടു പോകുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്. ഒന്ന് അപ്പൊ മൂന്ന് സ്വഭാവത്തിനെ കുറിച്ചാണ് അടുത്ത മറ്റേ ആയത്തിൽ പറയുന്നത്. അപ്പൊ ഇതിവിടെ ഇങ്ങനെ എഴുതി വെച്ചതായിരുന്നു. മന്ന അതാ കൂടാതെ വേറെ ഒന്നുണ്ട് റിയാ, ആളെ കണ്ടാൽ അല്ലെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളുമുണ്ട്. ഇങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മളിപ്പോ ഈ ഒരു ആയത്ത് ഇപ്പൊ നമ്മൾ ബഖറയുടെ 3-ാമത്തെ ജുസിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കന്നെ വേണം. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. സുബ്ഹാനല്ലാഹ്, സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് പോവാണ് ഈ ഒരു സ്വഭാവത്തെ കുറിച്ച്. എവിടെയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പഠിച്ചു ഇതുവരെ നമ്മൾ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും മുറിവേൽപ്പിക്കുകയോ എന്തെങ്കിലും എടുത്തു പറയുകയോ ഒരു അഹങ്കാരം അതിലൂടെ നമ്മൾ നല്ല വലിയ കാര്യം ചെയ്യുന്നവളാണെന്നുള്ള ഉജുബ് അല്ലെ, ഞാനൊരു സംഭവമാണെന്നുള്ളൊരു തോന്നലോ ഒറ്റ വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചോ നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ റബ്ബേ. ഈ ഒരു ആയത്തുകളൊക്കെ പഠിച്ചിട്ട് ആ പഠനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ അല്ലേ തദബ്ബുർ ചെയ്തുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ. അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന ആയത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ നന്നാക്കുക. അത് മാത്രമാണ് എന്താണ് തദബ്ബുർ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞെങ്കിൽ നമ്മുടെ ആയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മള് സെക്കൻഡ് നമ്മളിപ്പം ഖുർആനിലെ എത്ര ആയത്തുകളാണ്? സൂറത്തുൽ ബഖറയിലെ 5 ആയത്തുകളാണ് പഠിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട്, കാരണം ഐഷ മാമിന്റെ ക്ലാസ്സുകൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ക്ലാസ്സും ഇട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നോട്ട്സും ഇട്ടിട്ടുണ്ട്. കഴിയുന്നത് നോട്ട്സ് വായിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ക്ലാസ് കേട്ടതിന് ശേഷം നോട്ട്സ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഓരോ ആയത്തുകൾ പഠിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഇതുപോലെ ലെസൺസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പഠിച്ചു, ഇപ്പോൾ ഓരോ ആയത്തുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ ആയത്തുകളിൽ നമുക്ക് ഓരോ ലെസൺ കിട്ടിയില്ലേ, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് സാധിക്കും, ഇങ്ങനെ ഞാൻ ചെയ്യും എന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലെ ഇതുപോലെ നമ്മൾ ഇപ്പൊ ബക്കറയുടെ ആയത്തുകൾ പഠിച്ചാലും നമുക്ക് അതിൽ നിന്ന് ഓരോന്നിലും നമുക്ക് കിട്ടാനുണ്ട്. ആ ലെസൺ നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക, ഫുള്ളായിട്ട് നോട്ട്സ് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും, ആ ലെസൺസ് ആണ് എന്ത് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് നോട്ട്സുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിലൂടെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് തന്നെയാണ് നോട്ട്സ് ഉള്ളത്. ഷാനിബയുടെ നോട്ട്സ് നമുക്ക് എന്താ പറയാ ശരിക്കും പഠിക്കാനും മനസ്സിലാക്കാനും എഴുതി വെക്കാനും ഒക്കെ എളുപ്പമുള്ളതാണ്. ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ, അത്ര ഈസിലി എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം അത് തന്നെയാണ്. അപ്പൊ നോട്ട്സ് 5 ആയത്തിന്റെയും ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ അള്ളാന്റെ അടുത്ത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ അള്ളാന്റെ അടുത്ത് ഹിദായത്തിനെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യവും നമ്മൾ ഹിദായത്തിനെ ചോദിക്കുമ്പോൾ മനസ്സറിഞ്ഞ് തന്നെ ചോദിക്കുക. അപ്പൊ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നാളെ ആർക്കെങ്കിലും ഖുർആൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറയും ശരിക്കും ഖുർആൻ നമ്മൾ ഇതുവരെ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. അള്ളാഹ് അത്ര ക്ലിയർ ആയിട്ട് നമ്മൾ അള്ളാന്റെ അടുത്ത് ഹിദായത്തിനെ ചോദിച്ചിട്ട് അള്ളാഹ് അല്ലെ ബഖറയിൽ തന്നെ നമ്മളോട് ആൻസർ തരുന്നുണ്ട്. നമുക്ക് എവിടെയാണ് ഹിദായത്ത് കിട്ടുക? അത് നമ്മുടെ ഈ ഒരു കിതാബിലാണ്, ഖുർആനിലാണ്. നമ്മൾ അതിനെ ശരിക്കും പഠിക്കാൻ ശ്രമിച്ചല്ലോ പഠിച്ചോനെ എന്നുള്ളൊരു ചിന്ത
ചിന്ത ഈ ഒരു ആയത്തിന് നമ്മൾ അല്ലേ ഇപ്പൊ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായെങ്കിൽ അല്ലെ, അപ്പം നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്തായാലും തീർച്ചയായിട്ടും ഈ കിതാബിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടണം, എനിക്ക് ഹിദായത്തിനെ കിട്ടണം. സുബ്ഹാനല്ലാഹ് അല്ലെ, എന്നിട്ട് ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അങ്ങനെ അല്ലെ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ റബ്ബേ എന്നുള്ള തേട്ടം കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഫാത്തിഹ ഓതുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അത് മാത്രം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പോരാ. അപ്പൊ നമ്മൾ എന്താണ്, ആ കിതാബിലേക്ക് നമ്മൾ ഇറങ്ങണം. ഈ ഒരു ആയത്ത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, തദബ്ബുർ ചെയ്തു. കാരണം ഈ കിതാബിലാണ് ഹുദ ഉള്ളതെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കിതാബിലേക്ക് ഇറങ്ങാണ്. ഇനി ഇനി ഞാൻ ബാക്കോട്ട് അടിക്കില്ല. ഞാൻ ഖുർആനിലൂടെ മുന്നോട്ട് പോകണം. എൻ്റെ ഹൃദയത്തിന്റെ പൂട്ടൊക്കെ ഞാൻ തുറന്നു ഞാൻ തദബ്ബുർ ചെയ്യാൻ പോവാണ്. എനിക്ക് ഖുർആനിൽ നിന്ന് ഹിദായത്ത് കിട്ടണം. ആ വഴിയിലൂടെ ആ വഴികൾ ഓരോന്നും ഞാൻ ഇങ്ങനെ പഠിച്ചും അല്ലെ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത്? മുത്തഖീൻ. കുറേ നമ്മൾ ആ ലാസ്റ്റിൽ 5-ാമത്തെ ആയത്തിന്റെ തഫ്സീർ മീൻസ് നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക. മുത്തഖി എന്താണ്, മുത്തഖിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, സുബ്ഹാന. അതൊക്കെ നമ്മൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ലിസ്റ്റും കൂടെ ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടുതരാം. നമ്മൾ ഷാക്കിര ടീച്ചറുടെ ക്ലാസ്സിന്റെ നോട്ട്സ് ഉണ്ടായിരുന്നു, അതും കൂടെ വേണമെങ്കിൽ ഇട്ടുതരാം. ഓക്കെ, ടൈപ്പ് ചെയ്ത് വെച്ച് തന്നെയുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ മുത്തഖിക്ക് മാത്രമാണ് ഹിദായത്ത് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളെ വിചാരം എന്താ, പണ്ടൊക്കെ നമ്മൾ മുത്തഖി എന്ന ആൾക്കാരെ നമ്മൾ എന്താ വിചാരിക്കുക, തലക്കെട്ട് കെട്ടിയ വലിയ ഉസ്താദ് അവരാണ് മുത്തക്കി എന്നാണ് പണ്ടൊക്കെ അല്ലെ നമ്മൾ ചെറുതാവുമ്പോൾ നമ്മുടെയൊക്കെ വിചാരം. അവരൊക്കെ വലിയ ആരോ ആണ്, ഒന്നും അല്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും അള്ളാഹു അല്ലെ സുബ്ഹാനല്ലാഹ് മുത്തഖി ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ ഇട്ട് തന്നിട്ടുണ്ട്. എങ്ങനെ അപ്പൊ നമ്മൾ മുത്തഖി ആകും? സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ചൊന്നുമില്ല. അവരുടെ ആരാണ് മുത്തഖി എന്നുള്ളത് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. മുത്തഖീങ്ങൾക്ക് ഹിദായത്ത് കിട്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് മുത്തഖി, മുത്തഖിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെ, അപ്പൊ നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. നമുക്ക് ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? എന്തൊക്കെയാണ്? യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നവരാണ്. ഈ വേർഡ്സ് ശ്രദ്ധിക്കുക. യുഅ്മിനൂൻ ഉണ്ട്, യുഖീമൂന ഉണ്ട്, യുൻഫിഖൂൻ ഉണ്ട്, അല്ലെ, യൂഖിനൂൻ ഉണ്ട്, മുഫ്ലിഹൂൻ ഉണ്ട്. ഈ വേർഡ്സ് ഒക്കെ നമ്മൾ ഇനി എവിടെ ഖുർആനിൽ കണ്ടാലും നമുക്ക് പിടുത്തം കിട്ടണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾ തദബ്ബുർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നവരാണ്. ബിൽ ഗൈബി, അദൃശ്യത്തിലാണല്ലോ. അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊരു വിശ്വാസക്കുറവ് ഒന്നിലും ഇല്ല അല്ലെ, അതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ഓക്കെ, നമ്മൾ ടിക്ക് ഇട്ടു. ഓക്കെ, ഉറപ്പാണ് ഒരു കാര്യത്തിൽ നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് എന്തില്ല, നമുക്ക് സംശയമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. വയുഖീമൂന സ്വലാത്ത, നമസ്കാരം നിലനിർത്തുന്നവർ. അത് നമ്മൾ നിസ്കരിക്കുന്നവരാണല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിയേക്കാം. ക്ലാസ് കേട്ടാൽ അല്ലെങ്കിൽ നോട്ട്സ് വായിച്ചാൽ നമുക്ക് കുറച്ചൊരു സംശയം വരും. കുറച്ചും കൂടി ശരിയാക്കാണ്ടല്ലോ പഠിച്ചോനെ. 5 നേരവും കറക്റ്റായിട്ട് അവ്വൽ വക്തിൽ അല്ലെ നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ? നമസ്കാരത്തിലെ ഖുശൂയോടുകൂടി ഇഷ്ടത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. അള്ളാഹുവിനോട് സംസാരിക്കുകയും ആ ഒരു മനസ്സിലെ ആ ഒരു ഖുറത്തഅയ്നാകുന്ന ഒരു കൺകുളിർമ നമുക്ക് നമസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടോ? ആ ഒരു ഖുശൂവിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടോ? അതിനുവേണ്ടി എന്തെല്ലാം നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. മരണം വരെ നമുക്ക് പറ്റുന്നില്ല എന്തായാലും ഖുശൂ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും പറയുമായിരിക്കും. പക്ഷെ മരണം വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജിഹാദിലായിക്കൊണ്ടെങ്കിലും നമ്മൾ ഓരോ നേരവും നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലാതെ ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ ഒരിക്കലും നമ്മൾ ആൾക്കാർ കടം വീട്ടുന്നത് പോലെ ആവരുത് നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത്. പലപ്പോഴും ഹിഫ്ളിന് പഠിക്കുന്ന ആരൊക്കെ പറയാണ്ട് കുറേ ഓതിണ്ടായിരുന്നു, അതിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, കുറേ പണികൾക്കിടയിലാണല്ലോ, അപ്പോഴത്തേക്ക് നിസ്കാരം ലേറ്റ് ആയി പോയി എന്നൊക്കെ പറയും. നമ്മൾ ഒരു കാര്യം പോലും അല്ലെ, നമ്മൾ ഇപ്പൊ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ആ ആയത്ത് കംപ്ലീറ്റ് ചെയ്ത് ഖുർആൻ മടക്കി വെക്കണം എന്നാണ് നമ്മൾ അല്ലെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് അത്രക്കും നമ്മുടെ ജീവിതത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് എത്രമാത്രം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ പറയും നമുക്ക് ഒരു സ്ഥലത്ത് പോവാണ്ട് വേഗം നിസ്കരിക്കാന്ന്. വേഗം എങ്ങനെയാ നിസ്കരിക്കുക? വേഗം നിസ്കരിച്ച് വാ എന്നൊക്കെ പറയും. ഞാൻ വേഗം നിസ്കരിച്ചിട്ട് വരാം അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അങ്ങനെ ഒരു വേഗമുള്ള ഒരു നിസ്കാരം നമുക്ക് ഇല്ല. കാരണം നമ്മൾ നിസ്കാരമാണ്. മറ്റേത് നമുക്ക് വേഗം പോവുക വരികയോ അല്ലെങ്കിൽ അത് കുറച്ച് ലേറ്റ് ആവുമോ ഒന്നും പ്രശ്നമില്ല. കാരണം നമ്മൾ ആദ്യം എവിടെ പോവുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഏത് ടൂർ പോയാലും ഏത് കല്യാണത്തിന് പോയാലും നമ്മൾ ബാങ്ക് വിളിക്കുന്നുണ്ടോ നമ്മൾ നമസ്കരിക്കേണ്ടവരാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാം എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ ചിലപ്പോൾ ട്രാഫിക് കുടുങ്ങി, ചിലപ്പോൾ നിസ്കാരം തന്നെ ലേറ്റ് ആയി പോകുന്ന അവസ്ഥയാണ്. എവിടെയാണ് അപ്പൊ നമ്മൾ നമസ്കാരം നിലനിർത്തുന്നവരാകുന്നത്? യുഖീമുന സ്വലാത്ത് ആവൂല, നിസ്കരിക്കുന്നവരായിരിക്കും സുബ്ഹാനല്ലാഹ്, പക്ഷെ യുഖീമുന സ്വലാത്ത് ആവൂല. യുഖീമുന സ്വലാ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഡീപ്ലി ആ വേർഡിനെ നമ്മൾ പഠിക്കുക തന്നെ വേണം. അത് അവല് വക്തിലെ നമസ്കാരം, ഖുശൂവോടുകൂടിയുള്ള നമസ്കാരം. നമസ്കാരം നിലനിർത്തുന്നവൻ അള്ളാഹു പ്രത്യേകം പറഞ്ഞു വേറൊരു കാര്യമുണ്ട്. ഹദീസിൽ ഇങ്ങനെ എന്താണ്, ഒരാളുടെ നമസ്കാരം ശരിയായാൽ അയാളുടെ എല്ലാ കാര്യങ്ങളും ശരിയാണ്. നമ്മൾ ഒരു കാര്യം ശരിയാണില്ല നമ്മൾ പറയും, എന്തൊക്കെ ആയിട്ട് ഒന്നും ഇങ്ങോട്ട് ശരിയാവണില്ല. എന്താ ശരിയാവാത്ത? നിസ്കാരം ശരിയാവാത്തതുകൊണ്ട്.
അസ്തഗ്ഫിറുല്ലാ 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 വഅതൂബു ഇലൈഹി. അള്ളാഹു നമ്മളെല്ലാവരും അള്ളാഹു ആ സ്വീകരിക്കുന്ന അല്ലെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആ ഒരു നമസ്കാരക്കാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുള്ള അറിവും അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ആയി. യുഖീമൂന സ്വലാത്ത്, അപ്പൊ നമസ്കാരം കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമുക്ക് തദബ്ബുർ ചെയ്തല്ലോ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അത് മാത്രമല്ല നമ്മൾ ഈ യുക്തക്കികളുടെ വേറൊരു ഇത് എന്താണ്, അവർക്ക് എന്താണോ അവർക്കുള്ളത് അത് അവർ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവരാണ്. അള്ളാഹു എന്താണോ നമുക്ക് നൽകിയത്, റസഖ്നാഹും എന്ന് പറയുമ്പോൾ നമ്മൾ റിസ്ഖ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൈസയും സമ്പത്തും മാത്രമാണ് ചിന്തിക്കുക. പൊന്നോ അല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക. അത് ഇപ്പൊ പറഞ്ഞതുപോലെ ഇൽമാവാം, നമുക്കൊരു തജ്വീദ് അത്യാവശ്യമൊക്കെ അറിയാം. അപ്പൊ ഞാൻ അത് വെച്ച് എന്തെങ്കിലും ഞാൻ ചെയ്യട്ടെ, ഇല്ല അള്ളാന്റെ മാർഗത്തിൽ ഞാൻ അത് ചെലവഴിക്കട്ടെ, ആ അറിവിനെ ഞാൻ ചെലവഴിക്കട്ടെ. ഒരു കറക്ഷൻ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ കറക്ഷൻ കൊടുക്കാന്ന് പറയുന്നതാവാം, അല്ലെങ്കിൽ ഇന്ന് പഠിച്ച ഒരു ആയത്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാ. ഇന്ന് കിട്ടിയ റിസ്ക്കാണ് ഇന്നത്തെ നമ്മൾ പഠിച്ച ആയത്തുകൾ ഓരോന്നും തന്നെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം. നമുക്ക് അള്ളാഹു ചിരിക്കാനുള്ള കഴിവ് തന്നിട്ട്, നല്ല മുഖവും നല്ല ചിരിക്കാനുള്ള ഒരു കഴിവ് തന്നിട്ട് ചിരിക്കൂ സുബ്ഹാനല്ലാഹ്, അള്ളാഹു തന്ന റിസ്ക്കാണ്. അള്ളാഹു അക്ബർ. ആലോചിച്ചോളൂ, അള്ള പറഞ്ഞത് മുത്തഖയുടെ ലക്ഷണമാണിത്. അപ്പൊ എനിക്ക് ചിരിക്കാൻ മടിയാ, എനിക്ക് അങ്ങനെ എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലരൊക്കെ അങ്ങനെയാ പറയും, എനിക്ക് എന്തോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ എന്നല്ല, നമ്മൾ എന്തിനാ ജീവിക്കണം, അള്ളാഹു എന്തിനാ നമ്മളെ ദുനിയാവിലേക്ക് അയച്ചത്? അഹ്സന അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഹ്സന അമലുകൾ എങ്ങനെയാ ചെയ്യുക? ഇതൊക്കെ തന്നെയാണ് അഹ്സന അമലുകൾ എന്ന് പറയുന്നത്. നമസ്കാരം നിലനിർത്തുക, അത് നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ചെലവഴിക്കുന്ന വെച്ചാൽ പൈസ മാത്രം ഒരിക്കലും അള്ളാഹു എവിടെയും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് നൽകിയത് എന്നാണ് പറയുന്നത്. നൽകിയത് എന്തു ആവാം. നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് സമയം തന്നിട്ടുണ്ട്, നമുക്ക് അറിവ് നൽകിയിട്ടുണ്ട്. ഇനി പൈസ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മുടെ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാവും, ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കണ്ടേ, അല്ല നാളത്തേക്ക് ഉണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിക്കും. നമ്മൾ നാളത്തേക്കും കൂടി ഉണ്ടാക്കിയതായിരിക്കും. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം അപ്പുറത്തെ വീട്ടിൽ അവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ കാണാൻ. അപ്പൊ പറയും, നമ്മൾ കുറച്ച് അധികം ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കും, ഓ നാളെ പണിയെടുക്കണ്ട, നാളത്തേക്കും കൂടെ. അപ്പൊ നമ്മൾ അപ്പുറത്ത് നോക്കുമ്പോൾ ഇത്താത്ത അവിടെ എന്തോ പണിയിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, താത്ത ഭക്ഷണം വേണോ, ഒന്നൊന്നും ഉണ്ടാക്കിയില്ല, അവർ ആ താത്ത പറയാ. അപ്പൊ എന്തായി, അള്ളാഹ് നമുക്ക് തന്നതിൽ നമ്മൾ ചെലവഴിച്ചു. ഒരു 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 പ്ലേറ്റിൽ കുറച്ച് ബിരിയാണിയോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉണ്ടാക്കി ചോറാണ് നമ്മൾ കൊണ്ടു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പുറത്തെ വീട്ടിൽ അവർക്കൊരു സുഖമില്ല, കാരണം പറഞ്ഞു പനിയാണ് എന്തെങ്കിലും ആണ്. അപ്പൊ നമ്മൾ ഓല മക്കളില്ലേ, ഓല ആൾക്കാരില്ലേ, നമ്മളിപ്പോ എന്താക്കാൻ, നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ അങ്ങനെയാ പറയാം, എനിക്ക് തന്നെ എടുക്കാൻ മാത്രം ഉണ്ട് എന്ന് പറയും. എടുക്കാൻ മാത്രം ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒരു ഇത്തിരി അല്ലെ, ഒരു ഇത്തിരി അരി അധികം ഇട്ടിട്ട് ഒരു കഞ്ഞിയോ എന്തെങ്കിലും ഒരു വറ്റോ അവർക്ക് കൊണ്ടു കൊടുക്കുകയാണെങ്കിലോ അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിച്ചില്ലേ. നമുക്ക് കുറെ പൈസയൊന്നും ഭർത്താക്കന്മാർ കയ്യിലൊന്നും തന്നിട്ടില്ലെങ്കിലും നമ്മൾക്ക് എന്താണ് നമ്മളെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഒരു മടിയും കൂടാതെ കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. എന്തൊരു ഇഷ്ടമായിരിക്കും എന്നറിയോ നമ്മൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൊടുക്കുന്ന സമയത്ത്. കാരണം ഇത് യുംഫിഖൂൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിലോട്ട് നമ്മൾ പോകും. അത് ധാന്യമണിയുടെ അത്ര ആയാലും യുംഫിഖൂന, അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അത് അത്രത്തോളം വളർത്തുമല്ലോ. ഒരു ചിരി ആയിക്കോട്ടെ, എൻ്റെ ഒരു 5 മിനിറ്റ് സമയമായിക്കോട്ടെ അല്ലെ. നമ്മളെന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാനോ ആവാനോ ഒക്കെ ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഫോൺ ചെയ്യുന്നത്, അവരുടെ എന്തോ പ്രശ്നം പറഞ്ഞിട്ട് അല്ലെ. നമ്മൾ വിചാരിക്കും, അതോ ഫോൺ വെച്ചാൽ മതിയായിരുന്നു വിചാരിക്കും. സുബ്ഹാനല്ലാഹ്. അവരോട് 2 നല്ല വർത്താനം പറഞ്ഞു നോക്കൂ. സാരല്ല, അതൊന്നും പ്രശ്നമില്ലടോ. ആണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ദേഷ്യമൊക്കെ പിടിക്കും. നീ ക്ഷമിച്ച് നിൽക്കുക, റബ്ബ് നമ്മളോടല്ലേ പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹ് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. സമാധാനം അഹ്സന അമലുകൾ ചെയ്യാനല്ലേ റബ്ബ് നമ്മളോട് പറഞ്ഞു. നമ്മൾ അഹ്സന അമലുകൾ ചെയ്ത് നമ്മൾ സബറോട് കൂടിയിട്ട് നമ്മൾ നിൽക്കുക, പക്ഷെ എല്ലാം ശരിയാക്കി തരും. സാരല്ലേ, പോട്ട്. ആശ്വാസവാക്കുകൾ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഖുറാനിൽ തന്നെ വേറെ നമ്മൾ സൂറത്തിൽ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്ന് പറയില്ലേ. അതായത് അല്ലാത്തവർ ഒക്കെ നഷ്ടക്കാരാണ്. ഈ സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കണം. ഇല്ലല്ലദീന ആമനു അല്ലെ പറയുന്നുണ്ട്, വിശ്വസിക്കുകയും അല്ലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുന്നവരൊഴികെ അല്ലാത്തവരൊക്കെ നഷ്ടക്കാരാണ്. നമുക്ക് എന്താ അതിനൊന്നും നേരല്ല, വേറെ എന്തൊക്കെയോ പഠിക്കാണ്ട് ചെല്ലാണ്ട് ആവാണ്ട് എന്ന് പറഞ്ഞിട്ട് വർത്താനം സമാധാനത്തിൽ ഒരാളോട് പറയാൻ നേരമില്ല. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാന്ന് വിളിച്ചാൽ, അതോ എനിക്ക് എന്തല്ലോ അപ്പൊ അതുണ്ട് ഇതുണ്ട് പഠിക്കാണ്ട് ഓതിടാണ്ട് എന്നെല്ലാം പറയും. നമ്മൾ പോവുക, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുക. റസൂൽ അങ്ങനെയായിരുന്നു. റസൂൽ ഇങ്ങനെ ഓതിയും ചെല്ലി ഇങ്ങനെ ഇരുന്നതായിരുന്നു അല്ല. അള്ളാന്റെ മാർഗത്തിലേക്ക് തനിക്ക് എന്താണോ എൻ്റെ കയ്യിലുള്ളത് അത് ചെലവഴിക്കാനായിട്ട് ഇറങ്ങുകയാണ്. നമ്മളും അങ്ങനെ തന്നെ ആവണം. നമുക്ക് കയ്യിലുള്ളത് പൈസയും കാര്യങ്ങളും ആയിട്ട് നമുക്ക് എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അള്ളാഹു തന്ന കഴിവുകൾ വെച്ചിട്ട്, അത് പറഞ്ഞല്ലോ, അത് എന്തും ആവാം, അത് നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ആയത്തുകളൊക്കെ ഇങ്ങനെ ഡീപ്ലി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമസ്കാരം ശരിയാക്കാനുണ്ട് അല്ലെ.
സുബ്ഹാനല്ലാഹ്, ശരിക്കും ശരിയാക്കാൻ മാത്രമുണ്ട്. നമ്മൾ കൊടുക്കുന്നത് അത് ഏറ്റവും നല്ല മനസ്സോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാനുണ്ട് എന്നിപ്പോ മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്, നമ്മൾ വിചാരിച്ച എന്താ യുൻഫിഖൂന എന്ന് ചോദിച്ചാൽ പൈസ മാത്രമാണ് കൊടുക്കാന്നല്ലേ? സുബ്ഹാനല്ലാഹ്. പിന്നെ നെക്സ്റ്റ് ആയത്തിൽ പറയുന്നത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നിനക്ക് ഇറക്കപ്പെട്ട അല്ലാഹ് അതിന്റെ ഖുർആനില് അല്ലെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, വിശ്വാസം മാത്രം മതിയോ? അതിന്റെ ഈമാൻ കൂട്ടണം അല്ലെ? അതിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും അല്ലെ ഈമാൻ ഉറപ്പിക്കാനായിട്ട് നമ്മൾ അതിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കണം. മുമ്പ് ഇറക്കപ്പെട്ടതിലും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. പിന്നെ പറയുന്നതാണ് വബിൽ ആഖിറതിഹും യൂഖിനൂൻ. ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കേട്ടോ, അതൊക്കെ ടീച്ചറുടെ ക്ലാസ് കേൾക്കുക. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞിടുന്നേ ഉള്ളൂ. യൂഖിനൂൻ എന്താണ്? യഖീൻ, യഖീൻ ഉള്ളവരാണ് നമ്മളൊക്കെ. നമുക്കറിയാം ഓ ആഖിറണ്ട്. നമ്മളൊന്ന് ചുറ്റുപാടൊന്ന് കണ്ണോടിച്ച് നോക്കും. സുബ്ഹാനല്ലാഹ്, ഈ ആഖിറത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ആഖിറുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, നോമ്പ് എടുക്കുന്നുണ്ട്, സമയമാകുമ്പോൾ എല്ലാവരും ഹജ്ജിനൊക്കെ പ്രായമാകുമ്പോൾ ഹജ്ജിനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഓരോ സെക്കൻഡിലും ഓരോരുത്തരുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, അവരുടെ ജീവിത രീതിയിൽ ഇല്ലേ, ഒരു ലൈഫ് സ്റ്റൈലിൽ ഈ ആഖിറം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈമാനുള്ളവരാണെങ്കിൽ അവരുടെ ഒരു വർത്താനം എങ്ങനെയായിരിക്കും? ചിലർ നമ്മളങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നൂലേ, എന്തൊരു നല്ല വർത്താനാണ്, സുബ്ഹാനല്ലാഹ്, എന്തൊരു ഈമാനാണ് അവർക്ക്. കാരണം ആഖിറത്തിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നവർ നല്ലതേ പറയൂ, നല്ലതേ ചെയ്യൂ, ഒരു വെറുപ്പ് ഒരാൾക്കും ഉണ്ടാക്കൂല. സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മൾ ആഖിറത്തിൽ യഖീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നാൽ പോരാ. ആ യഖീനിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം. ഒരാളെ വെറുപ്പിക്കാത്ത, ഒരാളോട് നമ്മൾ പിണങ്ങി നിൽക്കാത്ത, അല്ലെങ്കിൽ നന്മകൾ മാത്രം നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ ആയിട്ട് മാറുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഇത്രയും ആഖിറത്തിൽ വിശ്വാസം ഉണ്ടെന്ന്. ആഖിറം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അന്ന് നമ്മൾ നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ ഖുർആനിലും ഹദീസുകളിലൂടെ ആയിട്ട് അല്ലെ കിട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഡേ ഓഫ് ജഡ്ജ്മെന്റ് നമ്മളെല്ലാവരെയും നിരത്തി നിർത്തും. നമ്മൾ നന്മയും തിന്മയും തൂക്കി കണക്കാക്കപ്പെടും. എന്നിട്ട് അത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പിന്നെ ഈ പറഞ്ഞതുപോലെ കുറെ നഷ്ടപ്പെടുന്നത് ഉണ്ടാവാം. പഠിച്ചോനെ, ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ ആ അക്ഷരം എന്ന് പറയുന്ന ഇന്നിന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. വിചാരണയും അല്ലെ സ്വർഗവും നരകവും ഒക്കെ നമ്മളെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ തെളിയുമ്പോഴാണ് നമ്മൾ എന്ത്, ആ യഖീൻ നമ്മൾക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്താണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. നല്ല ഇതിലേക്ക് നമുക്ക് ഓടി ചെല്ലാൻ നമുക്ക് തോന്നും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ ആയത്തുകളൊക്കെ നമ്മൾ ചിലപ്പം മുമ്പേ പഠിച്ചതായിരിക്കാം, നമ്മളിപ്പോഴും പഠിക്കുന്നുണ്ട്, നമ്മൾ ഓതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം. പക്ഷെ ഈ ആഖിറം എന്നുള്ള ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്, ഓരോ വർത്താനത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. വലിയ വലിയ തെറ്റുകളൊന്നും നമ്മളിപ്പോ വലിയ ശിർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോകുന്നുണ്ടാവില്ലായിരിക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മൾക്ക് അതിനൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ചെറിയ ചെറിയ നേരത്തെ പറഞ്ഞതുപോലെ മന്നയും അതേയും അതേപോലെ തന്നെ എന്താണ് റിയാവും ഒക്കെ വന്നിട്ടാണ് നമ്മളെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നത്. അതൊന്നും നമുക്ക് വേണ്ട. അതേപോലെ ഹുമസയും ലുമസയും ഒക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നതെങ്കിൽ അതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യണം. കാരണം ആഖിറത്തിനെ കുറിച്ച് ഓർക്കുന്നവനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഖബറിടം എത്തുന്നത് വരെ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ആഖിറമാണല്ലോ. അവിടെ വരെ എത്തുന്നത് ഉള്ളെങ്കിൽ അത്രയും സൂക്ഷ്മത മുത്തകികൾക്ക് ഉണ്ടാവും. മുത്തക്കികളുടെ ലക്ഷണമാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു ചിന്ത അവരിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരിൽ ഉണ്ടാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ദെൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, ഈ പറഞ്ഞ ആളുകൾ ഉണ്ടല്ലോ, അള്ളാഹു എടുത്തു പറഞ്ഞ മുത്തഖികളുടെ ലക്ഷണങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞില്ലേ. അവര് അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, അവര് നമസ്കാരം നിലനിർത്തുന്നവരാണ്, അവർക്കുള്ളതിൽ എന്തോ അത് ചെലവഴിക്കുന്നവരാണ്, അവര് ഖുർആനിലും അതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലും ദൃഢമായി വിശ്വസിക്കുന്നവരാണ്, ആഖിറത്തിലും ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അവർ തന്നെയാണ് ആര്? നേരത്തെ പറഞ്ഞ ഈ ഒരു ഹുദായിലുള്ളവർ. അത് തന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഹിദായത്തിൽ അവർ തന്നെയാണുള്ളത്. സുബ്ഹാനല്ലാഹ്, അവർ തന്നെയാണ് ആര്? യഥാർത്ഥ മുഫ്ലിഹൂൻ. മുഫ്ലിഹൂൻ ആരാണ്? യഥാർത്ഥ വിജയികൾ. യഥാർത്ഥ വിജയികൾ എന്ന് പറയുമ്പോൾ സാക്ഷാൽ വിജയികൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഇവിടെ അള്ളാഹുവിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ആഖിറത്തിൽ അവിടെ ചെന്നിട്ട് ഒന്നും നഷ്ടപ്പെടാതെ എല്ലാ അഹ്സന അമലുകളും ബോക്സിൽ തന്നെ ഉണ്ട് അല്ലെ. റബ്ബ് നമ്മളെ നേരെ ഈസിലി കേറിക്കോ അല്ലെ. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി അല്ലെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. അല്ലെ, തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, നീന്റെ ഈ അടിമകളോട് കൂടെ നീ ഇതാ ഇങ്ങോട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളൂ എന്ന് പറയുന്ന ആ ഒരു മുഫ്ലിഹുകളിൽ ഉൾപ്പെടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലെ, ഓരോ ആയത്തുകളും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹം വരികയാണ്. പഠിച്ചോനെ, അങ്ങനെ വിളിക്കുമ്പോൾ എന്തൊരു രസാണ്. അല്ല ഇങ്ങനെ നമ്മൾ വിളിച്ചു കയറ്റുമ്പോ അല്ലെ, എല്ലാരും കേറുമ്പോ നമ്മളങ്ങ് കേറി പോവല്ല, അല്ല നമ്മളെ വിളിക്കാണ്. ഇന്നാന്ന് വിളിക്കാണ് അല്ലെ, പ്രിയപ്പെട്ട അല്ലെ, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കുകയാണ്. നമ്മൾ അതിൽ ഉൾപ്പെടുകയാണ്. റാദിയത്തം മർദിയ, തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലെ.
ഫദ്ഖുലി ഫി ഇബാദി, എന്റെ ഇബാദുകളുടെ കൂടെ നീ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെയാണ് അള്ളാഹു ഇബാദി എന്ന് വിളിക്കുക. ഇബാദുർ റഹ്മാൻ, അള്ളാഹു അല്ലെ റഹ്മാനായ റബ്ബിന്റെ പ്രിയപ്പെട്ട അടിമകൾ. സുബ്ഹാനല്ലാഹ്, കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അല്ലെ ഈ പറഞ്ഞതുപോലെ തദബ്ബുർ ചെയ്തുകൊണ്ട് അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തിൽ അതിന് ഓരോന്നിനെയും ഓരോ ഓരോ ആയത്തുകൾ പഠിക്കുമ്പോഴും അതിലുള്ള പാഠങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചാൽ അല്ലാഹു അക്ബർ. അങ്ങനെ നമ്മൾ ആഗ്രഹമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ആഗ്രഹമുണ്ടെങ്കിൽ റബ്ബ് നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്നില്ല. അള്ളാഹു എളുപ്പമാണ് നമ്മളോട് പറഞ്ഞതാണെങ്കിൽ അതിനുള്ള പ്രയത്നം അല്ലെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണ്. കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹാൻ ഫമുലാഖി, അങ്ങനെ ആ റബ്ബ് പറഞ്ഞിട്ടില്ല അല്ലെ. അതായത് കഠിനാധ്വാനം, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ നമ്മൾ കഠിനാധ്വാനികളായിരിക്കുക അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ മത്സരിക്കാൻ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഫലിയത്തനാഫസിൽ മുത്തനാഫിസൂൻ, സ്വർഗത്തിലെ ആ ഒരു ഇത് കുടിക്കാനായിട്ട് നമ്മൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഖുർആൻ നമ്മൾക്ക് എന്തെല്ലാം നൽകുന്നത്, മോട്ടിവേഷൻ അല്ലെ, ഗൈഡൻസ്, അതായത് നമ്മൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ പ്രചോദനങ്ങളും നൽകുന്നുണ്ട്, വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലെ, എല്ലാറ്റിന്റെയും സമാധാനം നമ്മൾക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ പല മോട്ടിവേഷൻ ക്ലാസ്സുകളും കേൾക്കുമായിരിക്കും അല്ലെ, സമാധാനത്തിന് വേണ്ടിയിട്ട് പല മെഡിറ്റേഷൻ അത് ഇതും ഒക്കെ എന്തൊക്കെയോ യോഗ തെറാപ്പി അത് എന്നൊക്കെ പറഞ്ഞിട്ട് കൗൺസിലിംഗ് അതിനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് ഖുർആനിൽ തന്നെയുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇതിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് അതിനുള്ള ഒരു പഠനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അൽഹംദുലില്ലാ നമ്മളൊക്കെ അതിന്റെ ഒരു പാതയിലേക്ക് റബ്ബ് നമ്മളെ തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് എങ്ങനെയാണോ നമുക്ക് പറ്റുക ആ രീതിയിൽ പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും വേണ്ടി ശ്രമിക്കുക. മുന്നോട്ട് വെച്ചത് ബാക്കോട്ട് വെക്കരുത്. എന്താന്ന് മനസ്സിലായില്ല എന്ന് ഇനി അറിയില്ല നമുക്ക്, ഞാൻ ഒരുവിധം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ബഖറയുടെ മുമ്പേ ക്ലാസ്സിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അമ്മ ജുസയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ അറിയിക്കുക. അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് തദബ്ബുർ എന്ന ആ ഒരു വേർഡിനെ മനസ്സിലാക്കാത്തതായിട്ടുണ്ടാവുള്ളൂ. ഇതായിരുന്നോ ഇത്, നമ്മൾക്ക് എന്താണ് ആ വേർഡ് മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നേ ചിലപ്പോൾ പറയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടാവും. അല്ലാഹു അക്ബർ. എന്തായാലും ഏറ്റവും നല്ല രീതിയിൽ അല്ലെ നമ്മൾക്ക് ഖുർആനെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ മുത്തഖയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നോട്ട്സ് ഞാൻ എടുത്തു വെച്ചിരുന്നു. പിന്നെ അതും കൂടെ പറയുമ്പോൾ ഒരുപാട് നീണ്ടു പോകും ഇൻഷാ അല്ലാഹ്. നമുക്ക് ചിലപ്പോൾ ഇതിപ്പോ നമ്മൾ എന്താ പറയാ 5 ആയത്ത് ഒരുമിച്ചായി, പിന്നെ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ മുമ്പത്തെ വേറെ കുറെ ആയത്തുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തല്ലോ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരായത്തെ പഠിക്കുന്നുള്ളൂ, അതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ നമുക്ക് ആ ഒരൊറ്റ ആയത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലക്ക് നമുക്ക് ഇതുപോലെ കൂടിയിരിക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു വോയിസ് ആയിട്ട് ഒരു എക്സ്ട്രാ വോയിസ് ഇടുകയോ ചെയ്യാം. നോട്ട്സ് ഒക്കെ പലരും എഴുതുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതിയത് ആരോ കണ്ടിരുന്നു, അങ്ങനെ ഇട്ടത് കണ്ടിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, അതിലുള്ള പോയിന്റ്സ് ഒക്കെ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ലിങ്ക് അതായത് നോട്ട്സിന്റെ ലിങ്കിൽ പോയാൽ കിട്ടും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോ 1 മുതൽ 5 വരെയുള്ള ആയത്തിന്റെ നോട്ട്സ് ഇട്ടതുപോലെ തന്നെ നമ്മൾ ആയത്തുകൾ ഇടുമ്പോൾ നോട്ട്സും കൂടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താണ് നമുക്ക് ലിങ്കിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള, എല്ലാവർക്കും അത് ഓപ്പൺ ആക്കാൻ അറിയില്ലായിരിക്കും. നമ്മൾ ഗൂഗിൾ ലിങ്കിൽ പോയിട്ട് നമുക്ക് അവിടെ എല്ലാ നോട്ട്സും അവൈലബിൾ ആണ്, ജുസു 1 ജുസു 2ന്റെ ഒക്കെ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്ക് ഇടാം. അത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിലെ കാര്യങ്ങൾ മനസ്സിലാകുന്നത് എഴുതിയെടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എഴുതലും വായിക്കലും ഒക്കെ അവർക്ക് പ്രയാസമായിരിക്കും. പക്ഷേ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കഷനോ കാര്യങ്ങളോ വെക്കാം. അഗാധമായ ചർച്ച, പഠനം, ഇതൊക്കെ തന്നെയാണ് തദബ്ബുർ അല്ലെ. നമുക്കിങ്ങനെ എപ്പോഴും ഖുർആനെ പഠിക്കുമ്പോൾ ഒരു ആഗ്രഹമായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞ ഒരു തഫ്സീറിലെ ഒരു ആയത്ത് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, ആരോടെങ്കിലും ഒന്ന് പറയണം. അപ്പൊ പറയുമ്പോൾ ആ പറയുന്ന ആൾ എപ്പോഴും എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ന എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, എനിക്കൂല് ക്ലാസ് എടുക്കുന്നത് സെറീന പറഞ്ഞല്ലോ. അപ്പം അവരോട് ഞാൻ വിളിച്ചു പറയും. അപ്പൊ അവര് സുബ്ഹാനല്ലാ ഒരുപാട് കാര്യങ്ങൾ ആയത്തിനെ കുറിച്ച് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരും. അല്ലാഹു അക്ബർ. അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് അങ്ങനെ ഇതൊരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പലരും ഗ്രൂപ്പുകളിലുള്ള പലരും എന്തെങ്കിലും ഒരു ആയത്തോ കാര്യങ്ങളൊക്കെ പഠിച്ച് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോട്ട എവിടെയെങ്കിലും കിട്ടിയാൽ നമുക്ക് പേഴ്സണലി സെൻഡ് ചെയ്യും, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വെറുതെ സംസാരിക്കും. അതൊക്കെ ഒരു ശീലമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. തീർച്ചയായിട്ടും പഠിക്കുന്ന ഒരു ആയത്തിനെ കുറിച്ച് മനസ്സിലായില്ല എങ്കിൽ പറയാം, ചോദിക്കാം. നമ്മുടെ ഗ്രൂപ്പൊക്കെ ഓപ്പൺ ആണ്, നമ്മുടെ ടീച്ചർ അത്രയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലെ അല്ലെ, ഒന്നും നമുക്കൊരു പുറത്തിറങ്ങി പോകണമെന്നില്ല.
അല്ലാഹു നമുക്ക് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, നമുക്ക് ഇങ്ങോട്ട് അറിവ് ഇട്ട് തരുന്ന പോലെയാണ്. എന്നിട്ട് നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. നമ്മൾക്ക് ഇനി എല്ലാവരും പലതരത്തിലുള്ള പഠനങ്ങളുള്ളവരായിരിക്കും, പക്ഷേ തദബ്ബുർ ചെയ്യാതെ ഒരിക്കലും ആയി പോകരുത്. കാരണം റബ്ബ് നമ്മളോട് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എന്താ ഹൃദയത്തിൽ പൂട്ടിട്ടിരിക്കുകയാണ്? പൂട്ടൊക്കെ നമ്മൾ തുറന്നു. സുബ്ഹാനല്ലാഹ്, അല്ല പറഞ്ഞല്ലോ എളുപ്പമാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും റബ്ബെ, പൂട്ട് ഞങ്ങൾ തുറന്നിട്ടുണ്ട്. ഇനി ആ ഹൃദയത്തിലേക്ക് നീ ഞങ്ങൾക്ക് അതിനുള്ള എളുപ്പം നൽകണേ. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും അറിയാവുന്ന ദുആ തന്നെയാണ്. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖുലൂബിന വനൂറ സുദൂരിന വജല അഹ്സാനിന വദഹാബ ഹമൂമിന. ദുആ ഗ്രൂപ്പിൽ ഇടാം, ഇത് എഴുതിയെടുക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ ഡെയിലി അല്ലെ, നമ്മളെ ഓരോ ദുആകളുടെ കൂടെയും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ഹൃദയത്തിന് ഖുർആൻ അല്ലെ, ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാക്കി തരണമേ. വസന്തം എന്ന് പറയുന്നത് സമാധാനം, എപ്പോഴും ഒരു കൂൾ ഫീലിംഗ് ആയിരിക്കും നമുക്ക് അല്ലെ. ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും ഇല്ലാത്ത, ഇളിച്ചം പിടിക്കലൊന്നും ഇല്ലാത്ത നല്ലൊരു സമാധാനമുള്ള ഒരു മനസ്സ്. സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം, മുന്നോട്ട് എന്ത് ചെയ്യണം അല്ലെ, അതിനുള്ളൊരു വഴി കാണിക്കുന്ന തരത്തിലുള്ള വെളിച്ചം. നൂറ സദരി, അതാണ് നമ്മളെ പഠനത്തിന്റെ അല്ലെ ഗ്രൂപ്പിന്റെ പേര് തന്നെ, നൂറ സദരി. വജലാ ഹുസ്നി വദഹാബ ഹമ്മി, നമ്മുടെ പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ ഒക്കെ മാറ്റുന്ന തരത്തിൽ. നേരത്തെ പറഞ്ഞില്ല, ഹൗഫും ഹുസ്നും ഇല്ലാത്തൊരു ജീവിതം അല്ലെ, അതാണ് നമുക്ക് ഖുർആൻ നൽകുക. അപ്പൊ ആ ഒരു ജീവിതം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന. റബ്ബെ, അത് തരണേന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഖുർആൻ പഠിക്കാനായിട്ട് അല്ലെ ഒരു മടിയും കൂടാതെ മുന്നോട്ട് വരിക. എന്ത് എന്ത് കാര്യങ്ങൾ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, ഫീ സബീലില്ലയാണ്. അത് നന്മണിയുടെ എത്രയാണെങ്കിലും അത്രത്തോളം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നിയത്തുകളും കാര്യങ്ങളും ഒക്കെ ഖുർആൻ ആയത്തുകളിലൂടെ നമ്മൾ ജീവിക്കും. നമ്മുടെ മനസ്സിലേക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഖുർആന്റെ ഒരു ആയത്തായിരിക്കും കയറി വരേണ്ട, ഒരു സംസാരിക്കുമ്പോൾ ആയത്തായിരിക്കും കയറി വരേണ്ട. അങ്ങനെ നമുക്ക് ആക്കി മാറ്റാൻ പറ്റും. പല കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും പല കാര്യങ്ങൾ മുന്നോട്ട് നന്നാക്കി ചെയ്യാനുമുള്ള അല്ലെ ഓരോ വഴികളാണ് നമുക്ക് ഖുർആനിലൂടെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ മോട്ടിവേഷനും അതേപോലെ ഗൈഡൻസും ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ്സിൽ. അത് വേണമെങ്കിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ടീച്ചറോട് ചോദിച്ചിട്ട് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആ ഇൽമ കൊണ്ട് നമുക്ക് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.